നമുക്ക് വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവി, യേശുവി, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ എങ്ങനെ സ്തുതിക്കുന്നു. കർത്താവി ഞങ്ങൾ ഈ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തില് അവിടുത്തെ പാതപിടുത്തെങ്കിലായിരിക്കുന്നു. കർത്താവി, ഇതുപോലൊരു ഭവനത്തിൽ അവിടുന്ന് കടന്നു വന്നപ്പോൾ ആ ബദനിയിലെ മറിയം തെരഞ്ഞെടുത്ത നല്ല അംശം ഞങ്ങൾക്ക് തെരഞ്ഞെടുക്കണം. കർത്താവി, ഞങ്ങൾക്ക് അങ്ങയുടെ കാൽക്കലേക്ക് ചേർന്നിരുന്ന കർത്താവി, അവിടുന്ന് സംസാരിക്കുന്നത്, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കേൾക്കുവാനുള്ള ഒരു ദാഹത്തോടെ കർത്താവെ അവിടുത്തെ കാൽപാദത്തെങ്കിൽ ഞങ്ങൾ ചേർന്നിരിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം. കർത്താവെ അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം. സ്വസ്ഥതയോടായിരിക്കാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നത് എല്ലാം ഒപ്പിയെടുക്കാൻ തക്കവണ്ണം കർത്താവെ മനസ്സിലെ സംഘർഷങ്ങളോ ആകുല ചിന്തകളോ അസൂയോ കുശുമ്പോ കർത്താവെ കയ്പോ അശുദ്ധിയോ ഒന്നുമില്ലാതെ കർത്താവെ നിർമ്മല മനസാക്ഷിയോടെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കർത്താവെ അവിടുന്ന് അരുളി ചെയ്യണമേ. അടിയും കേൾക്കുന്ന സമൂഹൽ ബാലൻ പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങളെയും അവിടുത്തെ ശബ്ദം കേൾപ്പിക്കുവാൻ അവിടുന്ന് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു. ഒരു പൂജ്യമായിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറച്ചാട്ടെ. അവിടുത്തെ ആത്മാവിനാൽ നിറച്ചാട്ടെ. അവിടുത്തെ വചനം ഞങ്ങൾക്ക് തന്നാട്ടെ. നിത്യജീവന മൊഴികളെ തന്നെ ഞങ്ങൾക്ക് വേണം. കർത്താവെ അതിൽ കുറഞ്ഞതൊന്നും കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടില്ല. ഞങ്ങൾക്ക് അങ്ങേ തന്നെ വേണം. കർത്താവെ അങ്ങേ തന്നെ ഞങ്ങൾക്ക് അധികമായിട്ട് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തില് അതിന്റെ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചായിരുന്നെങ്കിലും രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൽ നമ്മൾ ചിന്തിച്ചത് നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത ചില കാര്യങ്ങളും കൂടെ ഒന്ന് കൂടിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം നമുക്കറിയാം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആ ഞായറാഴ്ച ദിവസം ഇരുട്ടായിരുന്നപ്പോൾ തന്നെ മഗ്ദലക്കാരത്തി മറിയം കർത്താവിനെ തേടി ചെന്നു. നമ്മൾ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. അതെല്ലാം നമ്മൾ ആ വെള്ളിയാഴ്ച കൂടി വരുന്ന ആ സമയത്ത് മാത്രമല്ല, ബാക്കിയുള്ള ദിവസങ്ങളിലും എല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ ധ്യാനവും വാഞ്ചയും ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അധികമായിട്ട് കർത്താവെ അങ്ങയെ മാത്രം തേടുവാൻ, കർത്താവ് അങ്ങയെ മാത്രം ആഗ്രഹിപ്പാൻ, അതുപോലെ ഒരു ആദ്യസ്നേഹം, വന്ന വഴി മറക്കാത്ത ഒരു ആദ്യസ്നേഹം, തന്നെ ഏത് പാറയുടെ ഖനിഗർഭത്തിൽ നിന്ന് വെട്ടിയെടുക്കപ്പെട്ടു എന്ന് മറക്കാത്ത മഗ്ദലക്കാരത്തി മറിയത്തിന്റെ സ്നേഹമൊക്കെ നമ്മൾ യെശയ്യാവ് 51:1 യെഹെസ്കേൽ 16-ാം അധ്യായത്തിൽ നിന്നെല്ലാം നമ്മൾ ആ കാര്യങ്ങൾ ചോരയിൽ കുളിച്ചു കിടന്നപ്പോ പാപച്ചെളിയിൽ ആയിരുന്ന സമയത്ത് ജീവിക്കുക എന്ന് കർത്താവ് കരുണയോടെ കൽപ്പിച്ച കർത്താവിന്റെ ഇമ്പസ്വരവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ തേടി വന്ന കർത്താവിന്റെ സ്നേഹം, 7 ഭൂതാത്മാക്കൾ പുറത്താക്കപ്പെട്ട അവള് എത്ര സ്നേഹത്തോടെ ചെന്നായ്ക്കളെല്ലാം വന്ന് തന്നെ കടിച്ചു കീറുവാൻ വരുന്ന സമയത്ത് കല്ലെറിയപ്പെട്ട് ഒരുപക്ഷെ യോഹന്നാൻ 8-ാം അധ്യായത്തിലെ ആ സ്ത്രീയും ഈ മഗ്ദലക്കാരത്തി മറിയായിരിക്കാം. അത് നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ വചനത്തിൽ നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ഒക്കെയില്ല. അതുപോലൊരു അത് അത്ര വ്യക്തമായിട്ട് യോഹന്നാൻ അത് എഴുതി വെച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിനാൽ. അപ്പം അങ്ങനെ കല്ലെറിയപ്പെടുന്നതിൽ നിന്ന് മരണത്തിന്റെ ആ വക്കിൽ നിന്നെല്ലാം കർത്താവ് ജീവനോട് കൊണ്ടുവന്നതിന്റെ വലിയൊരു നന്ദിയും സ്നേഹവും അവൾക്കത് മറക്കാൻ സാധിക്കത്തില്ലായിരുന്നു. അവള് കർത്താവിനെ തന്നെ തേടുന്ന ഒരു സ്നേഹം. നമ്മൾ അതിന്റെ ആ 14-ാമത്തെ വാക്യത്തില് അവിടെ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ 2 ദൂതന്മാരെയൊക്കെ കണ്ടു. 2 ദൂതന്മാരെ കണ്ടതെന്ന് അവൾക്കൊരു വലിയൊരു പുത്തരിയല്ലായിരുന്നു എന്ന് പറയുന്നത് പോലായിരുന്നു. വെച്ചാൽ അതിലൊന്നും വലിയൊരു എക്സൈറ്റ്മെന്റോ, ദൂതന്മാരെ ഞാൻ കണ്ടുപോയോ, ഞാൻ ഇനിയിപ്പോ ശിഷ്യന്മാരോട് എന്ന് പറയട്ടെ ഞാൻ ദൂതന്മാരെ കണ്ടു എന്ന് പറയട്ടെ എന്നൊന്നും അവള് ചിന്തിച്ചില്ല. മറിച്ച് ദൂതന്മാരെ കണ്ടതൊന്നും അവൾക്ക്, അതോ ആ അവരുടെ ദൂതന്മാരെന്നൊക്കെ പറയുമ്പോൾ സാധാരണ 2 പേരെ കണ്ടതുപോലല്ല, മറിച്ച് ആ ദൂതന്മാരെ കുറിച്ചൊക്കെ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വായിക്കുമ്പം അവരുടെ വസ്ത്രമൊക്കെ എങ്ങനായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതിന്റെ വെയറിങ് എ വൈറ്റ് റോബ്, അതിന്റെ മർക്കോസ് 16-ന്റെ 5-ാമത്തെ വാക്യത്തില് നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. അവര് മർക്കോസ് 16-ന് അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ള നിലയെങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ എന്ന് നമ്മളവിടെ ദൂതനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഞാൻ ലൂക്കോസിന്റെ സുവിശേഷത്തിലും കൂടെ ഒന്ന് പോയിക്കോട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം അവിടെ ആ ദൂതന്മാരുടെ ഡിസ്ക്രിപ്ഷൻ പറയുന്നിടത്ത് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 24-ന്റെ 4-ാമത്തെ വാക്യത്തില് അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ, മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാരെ അരികെ നിൽക്കുന്നത് കണ്ടു എന്നൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അതെ. അത് കഴിഞ്ഞിട്ട് നമ്മള് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പോകുമ്പം അവിടെയും ഈ ദൂതന്മാരുടെ വസ്ത്രത്തെ കുറിച്ചൊക്കെയുള്ള വിവരണം മത്തായി 28-ാം അധ്യായത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ
അതെ, മത്തായി 28 രണ്ടാമത്തെ ഭാഗത്തില് എന്താ അവിടെ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ലുരുട്ട് നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. ഇറങ്ങി വന്ന് വാതിലിൽ നിന്ന് കല്ല് ഉരുട്ടി നീക്കി എന്ന് വേണം കറക്റ്റ് ആയിട്ടുള്ള പരിഭാഷ. ഫ്രം ദ ഡോർ എന്നുള്ളൊരു ഒരു കാര്യം അവിടെ ഉണ്ട് KJV-യിലൊക്കെ. പക്ഷെ അത് മലയാളത്തിലും NSB-യിൽ അത് ചില മാനുസ്ക്രിപ്റ്റ്സ്, ചില എഴുത്ത് കൃതികളിൽ നിന്ന് അത് ഇല്ലാത്തതുകൊണ്ട് പിന്നീട് വന്ന എഴുത്ത് കൃതിയിൽ ഇറങ്ങി വന്ന് വാതിലിൽ നിന്ന് കല്ലുരുട്ടി നീക്കി എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അവന്റെ രൂപം മത്തായി 28 3-ാമത്തെ വാക്യം, അവന്റെ രൂപം മിന്നലിന് ഒത്തതും. നമ്മൾക്ക് അറിയാം, മിന്നല്, ആകാശത്ത് മിന്നലുണ്ടെങ്കിൽ എങ്ങനെ ഭയങ്കര ലൈറ്റ്നിങ്, ഡാസ്ലിംഗ് വൈറ്റ്, മിന്നലിനൊത്തതും. അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. ഹിമം പോലെ ഉജാലയിലൊക്കെ മുക്കിയതുപോലെ അതുപോലെ നല്ല പ്രകാശമാനമായിട്ടുള്ള ഒരു വസ്ത്രം. ഞാന് നമ്മള് അനിലിന്റെ ആ ഒരു സാക്ഷിയൊക്കെ നമ്മൾ കേട്ടപ്പോഴും ഈ അടുത്ത് എന്തൊക്കെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പൊ അവരും അനിൽ അന്ന് വെന്റിലേറ്ററിലായിരുന്ന സമയത്ത് അങ്ങനെ ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു ദർശനം, സ്വർഗത്തില് മരിച്ച തന്റെ വൈഫിന്റെ ഇൻലോസിനെ കാണുമ്പം വസ്ത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ അതുപോലെ തിളങ്ങുന്ന വെള്ള നിറമുള്ള അതാ വസ്ത്രം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അത് നമ്മള് വചനത്തിലും ആ കാര്യങ്ങൾ തന്നെ കാണുന്നു. അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു എന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോ സുവിശേഷങ്ങളിലും ആ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ മത്തായി 28 1-ാമത്തെ ഭാഗത്തിൽ ശബ്ബത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരി മറിയും മറ്റേ മറിയവും കല്ലറ കാണുവാൻ ചെന്നു. നമ്മൾ വചനത്തിലേക്ക് നോക്കുമ്പം കുറെ മറിയന്മാരെ കാണുന്നുണ്ട്. പുതിയ നിയമത്തിലെ 6 മറിയന്മാരുണ്ട്. നമുക്ക് ഈ മറിയ എന്നുള്ളൊരു ആരൊക്കെ ഈ വചനത്തിൽ കാണുന്ന മറിയന്മാരെന്നൊന്ന് നമുക്കൊന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ എന്നൊന്ന് അത് എടുത്തോട്ടെ. നമ്മള് മിറിയം എന്നുള്ള വാക്ക് നമ്മളെ എബ്രായ ഭാഷയിൽ കാണുന്നുണ്ട്. മിറിയം എന്നുള്ള വാക്ക്, അത് മിറിയം എന്നുള്ള എബ്രായ ഭാഷയുള്ള വാക്ക് മിറിയം, മറിയം, അത് മോശയുടെ സഹോദരിയായിട്ട്, മോശ അഹരോന്റെ സഹോദരിയായിട്ട് മിറിയത്തെ കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ഗ്രീക്കിലേക്ക് വരുമ്പോഴാണ് മരിയ എന്നുള്ള വാക്ക്, മറിയ അല്ലെങ്കിൽ മരിയ എന്നുള്ള വാക്ക്. മറിയം അല്ലെങ്കിൽ മിറിയം എന്നുള്ളത് എബ്രായ വാക്ക്. ഇത്രയും നല്ലൊരു പേരാണെങ്കിൽ ആ വാക്കിന് അർത്ഥം നോക്കുമ്പം ദർ റിബല്യൻ എന്നാണ് അതിന്റെ അർത്ഥം, അവരുടെ മത്സരം എന്നാണ്. പക്ഷെ ഒത്തിരി മത്സരമില്ലാത്ത നല്ല സഹോദരിമാരുടെ പേരായിട്ടാണ് നമ്മൾ ഈ വചനത്തിൽ കാണുന്നത്. അപ്പം വചനത്തിൽ കാണുന്ന പുതിയ നിയമത്തിൽ കാണുന്ന മറിയന്മാർ ആരൊക്കെയാ? ഒന്ന് നമുക്കറിയാം, യേശുവിന് അമ്മയായ മറിയമുണ്ട്. മഗ്ദലക്കാരത്തി മറിയത്തെ കുറിച്ച് നമ്മളിപ്പം വായിച്ചു. പിന്നെ ബദനിക്കാരി മറിയം, ബദനിക്കാരി ലാസറസിന്റെയും മാർത്തയുടെ സഹോദരിയായ മറിയത്തെ കുറിച്ച് നമ്മൾ ലൂക്കോസ് 10-ാം അധ്യായത്തിന് 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. പിന്നെ ക്ലിയോപ്പാവുടെ മേരി ഓഫ് ക്ലിയോപ്പാസ്, ദ മദർ ഓഫ് ജെയിംസ് ദ ലെസ്, യാക്കോബിന്റെ അമ്മയായ ക്ലിയോപ്പാവിന്റെ മറിയത്തെ കുറിച്ച് നമ്മളത് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ അതിന്റെ 19-ാം അധ്യായത്തില് നമ്മൾ ആ ക്ലിയോപ്പാവിന്റെ മേരി ദ വൈഫ് ഓഫ് ക്ലോപ്പാസ് 19:25 നമ്മളത് വായിക്കുന്നുണ്ട്. യോഹന്നാൻ 19:25 ക്ലിയോപ്പാവിന്റെ ഭാര്യ മറിയോ എന്നുള്ള ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പൊ ക്ലിയോപ്പാസിന്റെ ഭാര്യയായിട്ടുള്ള മറിയം, യാക്കോബിന് അമ്മയായിട്ടുള്ള അത് തന്നെയാണ് യാക്കോബിന് അമ്മയായിട്ടുള്ള മറിയം. പിന്നെ വേറൊരു മറിയത്തെ നമ്മൾ കാണുന്നത് എവിടാന്ന് ചോദിച്ചാല് അപ്പോസ്തല പ്രവൃത്തികളില് അവിടെ ബർണബാസിന്റെ സഹോദരിയും യോഹന്നാൻ മർക്കോസിന്റെ അമ്മയുമായിട്ടുള്ള ഒരു മറിയത്തെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മള് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അവിടെ ആ വീട്ടില് അവിടെ അതിന്റെ ഹൗസ് ഓഫ് മേരി 12 അപ്പോസ്തല 12:12 ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ, അതായത് ജോൺ മാർക്ക് അല്ലെങ്കിൽ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പത്രോസ് ജയിലിൽ നിന്ന് ദൂതനാൽ രക്ഷിക്കപ്പെട്ട് യാക്കോബ് അതേ സമയത്ത്
കൂടെയുള്ള ശിഷ്യനായിട്ടുള്ള യാക്കോബിന്റെ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. പത്രോസിന് ഊഴം കാത്ത് കിടക്കുക. എന്നാൽ പത്രോസിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. യാക്കോബിന് വേണ്ടി ഓഫ്കോഴ്സ് പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവത്തിന്റെ ഹിതത്തിൽ പത്രോസിനെ ദൈവം വിടുവിച്ചു. പത്രോസിനെ കുറിച്ച് ഇനിയും പല പദ്ധതികൾ ദൈവത്തിന് നിവർത്തിക്കാനുണ്ടായിരുന്നു. യാക്കോബ് ആ ഒരു രക്തസാക്ഷിത്വത്തിലൂടെ കർത്താവിനെ നാമം മഹത്വപ്പെടുത്തി. അപ്പൊ അതിനുശേഷം ആ സമയത്ത് എല്ലാവരും ആരുടെ ഭവനത്തിൽ, ഈ മർക്കോസിന്റെ മർക്കോസിന്റെ അമ്മയായിട്ടുള്ള മറിയത്തിന്റെ ഭവനത്തില് എല്ലാവരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴാണ് 13ാമത്തെ വാക്യത്തില് രോധ എന്നൊരു ബാല്യക്കാരത്തി ചെന്ന് ഇത് കാര്യങ്ങൾ ഈ പത്രോസിനെ കണ്ട് അത്ഭുതത്തോടെ ചെന്ന് പറഞ്ഞപ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്ന ആ ഭാഗം അപ്പോസ്തലത്തിൽ 12:12 പറയുന്നുണ്ട്. പിന്നെ ഒരു മറിയത്തെ കുറിച്ച് നമ്മൾ കാണുന്നത് റോമർ 16-ാം അധ്യായത്തിലൊരു മറിയത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പൗലോസ് പേരെടുത്ത് പറഞ്ഞ് വന്ദനം പറയാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഓർക്കുന്ന ഒരു റോമർ 16-ാം അധ്യായത്തിന്റെ 6ാമത്തെ വാക്യത്തില് ഒരു മറിയ, ഗ്രീറ്റ് മേരി വാസ് വർക്ക് ഹാർഡ് ഫോർ യു. 6ാമത്തെ വാക്യം, നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചെല്ലുവിൻ എന്ന് റോമിലെ സഹോദരിയായിട്ടുള്ള ഒരു മറിയത്തിനെ വന്ദനം ചെയ്യുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പം യേശുവിന്റെ അമ്മ മറിയ, മഗ്ദലക്കാരത്തി മറിയ, ബദനി മറിയ, ക്ലയോപ്പാവിന്റെ മറിയ, യോഹന്നാൻ മാർക്കിന്റെ അമ്മയായ മറിയ, പിന്നെ ഈ റോമിലെ സഭയിലുള്ള മറിയ, അങ്ങനെ 6 മറിയമാരെ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിലെ മിറിയം എന്നുള്ള വാക്ക്, അതേ വാക്ക് തന്നെ മിറിയം എന്നുള്ള വാക്ക്, അത് ആ ഒരു അഹരോന്റെയും മോശയുടെയൊക്കെ സഹോദരിയായിട്ട് മിറിയത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ തിരിച്ച് മത്തായി 27 വരുമ്പോൾ നമ്മളിപ്പം അതിന് 2ാമത്തെ 3ാമത്തെ വാക്യം 1, 2, 3 ഇപ്പം നമ്മൾ വായിച്ചു. അവന്റെ ഉടുപ്പ് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ. 4ാമത്തെ വാക്യം മത്തായി 27:4, കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി. കാവൽക്കാരൊക്കെ മരിച്ചവരെ പോലെയായി. മത്തായി 27-ന്റെ 28-ന്റെ താങ്ക് യു. മത്തായി 28-ന്റെ 4ാമത്തെ വാക്യം. മത്തായി 28-ന്റെ 4ാമത്തെ വാക്യം. അത് കഴിഞ്ഞിട്ട് 5ാമത്തെ വാക്യം, ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ ഞാൻ അറിയുന്നു, അവൻ ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ്. നമ്മള് അത് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇനിയിപ്പോ അടുത്ത വായിക്കാം. അപ്പം മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റവനെ അന്വേഷിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്ന ആ വാക്യം നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിലോട്ട് പോകുമ്പോൾ അത് നമുക്ക് വായിക്കാം. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ എന്ന് ദൂതന്മാര് പറയൂ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറയുവിൻ, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു. അപ്പം ഇവരെല്ലാം എവിടെ ഉള്ളതെന്ന് വെച്ചാൽ യെരുശലേമിലാ ഉള്ളത്. യെരുശലേം എന്ന് പറഞ്ഞാല് സദേൺ പാർട്ട് ഓഫ് ഇസ്രായേൽ, തെക്കേ ഇസ്രായേലില. നോർത്തേൺ ഇസ്രായേലിലാണ് ഗലീലി, അതിന്റെ മിഡിൽ ഇസ്രായേലിലാണ് ശമരിയ. അതായത് നമ്മള് എന്താ പറയുന്നത്, മലബാർ പ്രദേശം, അതിനിടയ്ക്ക് വേറെ എന്താ പറയുന്നത്, മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്ന് പറയുന്നത് പോലെയാണ് എന്താണ് നമ്മുടെ ഗലീല, ശമരിയ, യഹൂദിയയിലാണ് യെരുശലേമൊക്കെ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് മുമ്പേ അവൻ യെരുശലേമിലേക്ക് പോകും, ഗലീലയിലേക്ക് പോകും എന്ന് പറയുക. അവിടെ നിങ്ങൾ അവനെ കാണും, ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിക്കുവാൻ ഓടിപ്പോയി ഈ സഹോദരിമാര്. അവിടെ നമ്മൾ മറിയത്തെക്കുറിച്ചും അവിടെ മഗ്ദല മറിയത്തെക്കുറിച്ചും മറ്റേ മറിയുന്ന അവിടെ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ദാദാ മേരി, അതിന്റെ 27-ന്റെ 61-ാമത്തെ വാക്യത്തിലും മറ്റേ മറിയം എന്നുള്ളൊരു പ്രയോഗം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതിന്റെ 61-ാമത്തെ വാക്യം മത്തായി 27-ന്റെ 61-ലും കല്ലറയ്ക്കെതിരെ മഗ്ദലക്കാരി മറിയും മറ്റേ മറിയും ഇരുന്നിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. മറ്റേ മറിയത്തിന്റെ കാര്യം 56-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവര് മഗ്ദലക്കാരി മറിയും യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയവും സബദി പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. അപ്പൊ ആ യാക്കോബിന്റെ യോസയുടെ അമ്മയായ മറിയത്തെ കുറിച്ചാണ് നമ്മൾ മറ്റേ മറിയുമെന്ന് 61-ാമത്തെ വാക്യത്തിൽ, ഇവിടെ മത്തായി 28-ന്റെ 1-ാമത്തെ വാക്യത്തിലും വായിക്കുന്നത്. നമ്മളപ്പോ ഗലീലേക്ക് ഇതിന്റെ 8-ാമത്തെ വാക്യം ഇപ്പൊ നമ്മൾ വായിച്ചു, മത്തായി 28-ന്റെ 8-ാമത്തെ വാക്യം. എന്നാൽ യേശു അവരെ എതിരേറ്റു. അപ്പം ദൂതന്മാര് പറയുന്നത് കേട്ട് ശിഷ്യന്മാരെ അറിയിക്കാനായിട്ട് പോവുക. പോകുന്ന വഴിയിൽ യേശുവിനെ അവര് കാണുന്നു. ഈ 2 മറിയന്മാരുടെ കാര്യം നമ്മളിപ്പം കാണുന്നത്, മഗ്ദലക്കാരത്തി മറിയവും പിന്നെ ആരാ, ഈ മറ്റേ മറിയം എന്ന് പറഞ്ഞാല് യാക്കോബിന്റെ യോസയുടെ അമ്മയായ മറിയം. സബദിപുത്രന്മാരുടെ അമ്മയല്ല. സബദിപുത്രന്മാരുടെ അമ്മയുടെ പേര് സലോമി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുവിശേഷങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് യാക്കോബിന്റെ യോസയുടെ അമ്മയായ ഒരു മറിയത്തെ കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നുണ്ട്.
അപ്പം അതിന്റെ 9-ാമത്തെ വാക്യം, മത്തായി 28:9. എന്നാൽ യേശു അവരെ എഴുന്നേറ്റ് നിങ്ങൾക്ക് വന്ദന എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്നു അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. ദേ വർഷിപ്ഡ് ഹിം. അവരെ കർത്താവിനെ നമസ്കരിച്ചു, കർത്താവിനെ ആരാധിച്ചു. ദേ വർഷിപ്ഡ് ഹിം എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത്. അപ്പൊ 10-ാമത്തെ വാക്യത്തിൽ യേശു അവരോട് ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട്, അപ്പൊ ഈ 2 സഹോദരിമാരോട് കർത്താവ് പറയുക, എന്റെ സഹോദരന്മാരോട്, അതായത് ശിഷ്യന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറയൂൻ, അവിടെ അവർ എന്നെ കാണും. അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചില നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിഞ്ഞു. അപ്പൊ ഈ സമയം കൊണ്ട് മഹാപുരോഹിതന്മാരോട് ചിലർ നഗരത്തിൽ ചെന്ന് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരും ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറയണമെന്നൊക്കെ പറഞ്ഞു. വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തിലെത്തി. എങ്കിലോ നാടുവാഴി ഗവർണർ പിലാത്തോസൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞ പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് ഈ എന്താ ചെയ്തേ, മൂപ്പന്മാരുമായിട്ട് കൂടി ആലോചിച്ച് പടയാളികൾക്ക് വേണ്ടുവോളം പണമൊക്കെ കൊടുത്തിട്ട് എന്താ പറഞ്ഞേ, 14-ാമത്തെ വാക്യം, മത്തായി 28:14. വസ്തു നാടുവാഴിയുടെ സന്നിധാനത്തിൽ എത്തിയെങ്കിലും ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കി കൊള്ളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ, അതായത് എന്താ 13-ാമത്തെ വാക്യത്തിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ശിഷ്യന്മാർ വന്ന് കട്ടുകൊണ്ട് പോയതാണെന്നുള്ള കഥ ഇന്ന് വരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായി വന്നു. അതുകൊണ്ടാണ് സുവിശേഷങ്ങൾ എഴുതുമ്പം മത്തായി ആണെങ്കിലും മർക്കോസ് ആണെങ്കിലും ലൂക്കോസ് ആണെങ്കിലും യോഹന്നാൻ ആണെങ്കിലും ഒക്കെ ആ പുനരുദ്ധാനത്തിന്റെ കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശുദ്ധാത്മാവ് അവർക്ക് നിയോഗിച്ച വണ്ണം എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനുള്ള കാരണം അങ്ങനെയൊക്കെയുള്ള പല കള്ളക്കഥകളൊക്കെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിന്റെ 16-ാമത്തെ വാക്യത്തില് ഈ 11 ശിഷ്യന്മാര് ഗലീലയില് യേശു അവരോട് കൽപ്പിച്ചതുപോലെ മലയ്ക്ക് പോയി. അതായത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആ ദിവസം തന്നെ സംഭവിക്കുന്നതായിട്ട് നമ്മളിവിടെ വായിക്കുന്ന ഞായറാഴ്ച ദിവസം തന്നെ. അവിടാണ് അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. ഇത്രയൊക്കെ ആയിട്ടും ചിലർ സംശയിച്ചു. എത്രമാത്രം താഴ്ചയുള്ള ഒരു ജഡവാദമൊക്കെ ഉള്ളത്, ഇത്രയെല്ലാം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടിട്ട് ചിലർ സംശയിച്ചു. യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും, നമുക്ക് ആ വാക്യങ്ങൾ നമ്മളെപ്പോഴും നമ്മുടെ സഭയിൽ കൂടെ പറയുന്ന വാക്യങ്ങളാണല്ലോ. കർത്താവിന്റെ ഗ്രേറ്റ് കമ്മീഷൻ, കർത്താവിന്റെ ആ വലിയ മഹാനിയോഗത്തിന്റെ ഒരു സൈഡ് നമ്മുടെ സഭയിൽ കൂടുതൽ ഊന്നി പറയുന്ന ആ ഒരു വശമാണ് നമ്മളവിടെ കാണുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു നോക്കുകയും പ്രമാണിക്കുവാൻ തക്കണം ഉപദേശം കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാസ്ഥാനത്തോളം എല്ലാം നല്ല നിങ്ങളോട് കൂടി ഇരിക്കുന്ന അരുളി ചെയ്തു. അപ്പൊ നമ്മള് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ജീസസ് സിനിമയൊക്കെ കാണുമ്പോൾ ഇത് പറയുമ്പോഴത്തേക്കും കർത്താവ് അങ്ങ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായിട്ടുള്ള രംഗമാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത്. പക്ഷെ നമ്മളിത് നോക്കുമ്പോൾ, ഇത് വായിക്കുമ്പോൾ ആ ദിവസം തന്നെ ഗലീലയിലേക്ക് അവരോട് പോകാനാ പറയുന്നത്. ഗലീലയില് കർത്താവ് പറഞ്ഞ ആ മലയിലേക്ക് അവർ ചെല്ലുന്നു. കർത്താവ് നമ്മള് 16-ാമത്തെ വാക്യത്തില് യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. കർത്താവ് ഈ ഗലീലയിലാണ് നസ്രയത്തും ബethesdയും നസ്രയത്തും ബethsayദയും കാനയൊക്കെ ഈ ഗലീലയിലാണ് ഉള്ളത്. അപ്പം ഗലീലയിലാണ് അവരെല്ലാം അവരുടെ ഈ ശിഷ്യന്മാരുടെ എല്ലാം ജന്മസ്ഥലം, അവരൊക്കെ ജനിച്ച് വളർന്ന സ്ഥലങ്ങൾ. കർത്താവ് ബത്ലഹേമിലാണ് ജനിച്ച്, കർത്താവ് വളർന്ന നസ്രയത്തില്. ബാക്കി ശിഷ്യന്മാരൊക്കെ നമുക്കറിയാം, പത്രോസും അന്ത്രയോസും ഫിലിപ്പോസും ഒക്കെ ബethsayദക്കാരനായിരുന്നു. ബethsayദയൊക്കെ ഈ ഗലീലയിൽ. അപ്പൊ അവരുടെ ആ ജന്മസ്ഥലത്ത് പിന്നെ മലയില് ഒക്കെ വരണം, നിങ്ങള് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവിടെ കാണും, നിങ്ങൾക്ക് പ്രത്യക്ഷമാകും എന്നൊക്കെ പറഞ്ഞ് കർത്താവ് ഇവരെവിടെ ചെല്ലുന്നതിന് മുമ്പ് കർത്താവ് അവർക്ക് കർത്താവ് അവരെ എതിരേൽക്കുന്നതും ശിഷ്യന്മാരാക്കി കൊള്ളുവിന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെയും പലതവണ, പിന്നെ ഒരു 40ഓളം ദിവസം കർത്താവ് അവർക്ക് പലതവണ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതായിട്ട് നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുന്നത്. നമ്മൾ തിരിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഞാനൊന്ന് വരുക. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് ഈ ഒരു ഇതേ കറസ്പോണ്ടിങ് പോർഷൻ മർക്കോസിന്റെ സുവിശേഷത്തിലും വായിച്ച് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എല്ലാം കോറിലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമായിരിക്കുമല്ലോ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തില് ശബ്ബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരി മറിയവും യാക്കോബിന്റെ അമ്മ മറിയവും, അപ്പൊ യാക്കോബിന്റെ യോസയുടെ അമ്മ മറിയം നമ്മളവിടെ മത്തായി 27 മറ്റേ മറിയം എന്ന് പറയുന്ന മറിയമാണ് ഈ മറിയം, യാക്കോബിന്റെയും യോസയുടെ അമ്മ മറിയം. പിന്നെ ശലോമി, ആ ശലോമി ആയിരിക്കണം ഈ യോഹന്നാൻ യാക്കോബിന്റെ അമ്മ. കർത്താവിന്റെ ഇടയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഒക്കെ മക്കൾക്ക് ഇരിക്കാൻ സ്ഥലം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ ഈ സലോമി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. സലോമി ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. അപ്പൊ ഈ 3 മറിയത്തെ കുറിച്ച് മർക്കോസിന്റെ സുവിശേഷത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയിൽ വായിക്കുന്ന ഒരു മറിയം കൂടാതെ ഈ സലോമിയുടെ കാര്യം കൂടെ
നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാള്, അതായത് ഞായറാഴ്ച രാവിലെ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ അവര് കല്ലറയ്ക്ക് പോയി. സൂര്യൻ ഉദിച്ചപ്പോഴത്തേക്ക് അവര് കല്ലറയ്ക്കൽ ചെന്നു. എല്ലാ സുവിശേഷങ്ങളും നമ്മൾ കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് കാണാനൊക്കും, കോൺട്രഡിക്ടറി അല്ല. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടി കളയും എന്ന് തമ്മിൽ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ കാര്യം പല കാര്യങ്ങളൊക്കെ ആരത് ചെയ്യും, എന്ത് ആര് പൂച്ചയ്ക്ക് ആര് മണി കിട്ടും എന്ന് പറയുന്നത് പോലെ പല കാര്യത്തിലും നമ്മളിങ്ങനെ ആര് കല്ലുരുട്ടി മാറ്റും എന്നൊക്കെ പറഞ്ഞിരിക്കും. എന്നാൽ കർത്താവ് ആ ദൂതന്മാരുടെ ശക്തിയെ കുറിച്ചൊക്കെയുള്ള പഴയ നിയമത്തിലെ ചില വചനങ്ങളൊക്കെ നമ്മള് അന്ന് അജുബാന്റെ വീട്ടിലുള്ള മീറ്റിംഗിൽ നമ്മള് ദൂതന്മാര് ഒരു ദിവസം കൊണ്ട് എത്ര പേരെ അവിടുപൊടിയാക്കി എന്നുള്ള ഒരു കാര്യം ഒക്കെ നമ്മള് പഴയ നിയമത്തിൽ നിന്നൊക്കെ ചില വചനങ്ങളൊക്കെ കാണുമ്പോൾ ദൂതന്മാരുടെ ശക്തിയൊക്കെ ഒന്നുമില്ല. അവർക്കൊക്കെ എന്താ പറയുന്നത്, ഇങ്ങനെ ജസ്റ്റ് ഒരു ചെറിയ ഉരുളങ്കല്ലെടുത്ത് മാറ്റുന്നത് പോലെ ഉള്ളൂ, ഈ വലിയ കല്ലൊക്കെ എടുത്ത് മാറ്റുന്ന കാര്യമൊക്കെ. അപ്പൊ ആര് കല്ലെടുത്ത് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിബന്ധങ്ങളായിട്ട് നമുക്ക് തോന്നുന്ന പല പ്രശ്നങ്ങളും ഒക്കെ കർത്താവിനെ സംബന്ധിച്ചോളം, കർത്താവിന്റെ ദൂതന്മാരെ സംബന്ധിച്ചോളം ഒന്നുമില്ല. നമ്മൾ ആ പാട്ടി പാടുന്നത് പോലെ എന്താ, ദൂതന്മാർ കാവലായി വന്നപ്പോൾ ക്രൂസിലെ സ്നേഹത്തെ കണ്ടു ഞാൻ എന്നൊക്കെ നമ്മള് എത്ര നല്ല രക്ഷക യേശുവേ എന്നുള്ള പാട്ടിൽ പാടുന്നത് പോലെ ദൂതന്മാരൊക്കെ നമുക്ക് സേവകാത്മാക്കളാണെന്ന് എബ്രായർ 1-ാം 14 വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. മിനിസ്ട്രിങ് സ്പിരിറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് വേണ്ടി നമ്മള് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുമ്പോൾ വേറെ വണ്ടി ചെന്ന് ഇടിക്കാതിരിക്കാനും വേറെ പല കാര്യങ്ങളും ഒക്കെ, പല ആക്സിഡന്റിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ കുറെ ദൂതന്മാരെയൊക്കെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ദുരാത്മാവ് ഉണ്ടെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടി 2 ദൂതന്മാരുണ്ട്. എന്ന് വെച്ചാൽ 3-1 ദൂതന്മാരെ വീണുപോയതായിട്ട് നമ്മൾ വെളിപാട് പുസ്തകം 12-ാം 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അപ്പം 2:1 പോലെ ഒരു ദുരാത്മാവ് എന്തെങ്കിലും കോലാഹലം ഉണ്ടാക്കാൻ നോക്കിയാൽ 2 ദൂതന്മാര് അവനെ അടക്കിയിരുത്താൻ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ലിയനാർഡ് റാവൻഹിൽ പറഞ്ഞതുപോലെ അല്ലേ, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3-2 ദൂതന്മാര് എന്റെ പക്ഷത്തുള്ളപ്പോ ഞാനും ദൂതനായിരുന്നു കരയുന്നേ, എന്തിനാ ഞാൻ വിഷമിക്കുന്നേ, കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും. അപ്പൊ ആര് കല്ലുരുട്ടി കളയും എന്ന് പറഞ്ഞ് അവർ അവരുടെ ടോപ്പിക് ഓഫ് മാറ്റർ ഓഫ് ഡിസ്കഷൻ അതായിരുന്നു. അവർ നോക്കിയപ്പോൾ കല്ല് ഉരുട്ടി കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു, വലിയ കല്ലായിരുന്നു. അവർ കല്ലറയ്ക്കകത്ത്, മർക്കോസ് 16:5, അവർ കല്ലറയ്ക്കകത്ത് കിടന്നപ്പോൾ വെള്ളം വിലയെങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ വലത്തുവശത്ത് ഇരിക്കുന്നത് കണ്ടു. ആ ബാല്യക്കാരന്റെ ഡ്രസ് കോഡൊക്കെ നമ്മളിപ്പം മത്തായി സുവിശേഷത്തിൽ വായിച്ചു. വൈറ്റ് സ്നോ ഒക്കെ ആയിരുന്നു, മിന്നൽ പോലൊക്കെ ആയിരുന്നു എന്നൊക്കെ വായിച്ചു. അപ്പൊ വലതുവശത്ത് ഇരിക്കുന്നത് കണ്ടു ഭ്രമിച്ചു, അവരങ്ങ് പേടിച്ചു പോയി. അപ്പൊ ഈ അതുപോലെ പ്രകാശിതമായ പെട്ടെന്ന് നമ്മളെ എന്താണ് പറയുന്നത്, ചില കാര്യങ്ങളൊക്കെ കണ്ട്, കഴിഞ്ഞ ദിവസവും യക്ഷിയൊക്കെ കണ്ട് പേടിച്ച 2 പേര്, ഒരു അമ്മയും മോളും ഒക്കെ കൗൺസിലിങ്ങിനായിട്ട് വന്നു. അപ്പൊ അതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് സൂപ്പർ നാച്ചുറൽ ആയിട്ട് കാണുമ്പോൾ ആൾക്കാർ പേടിച്ചു, പിന്നെ ഉറക്കമില്ല, പിച്ചും പറയുന്നത് പോലെ ഇതിപ്പോ അങ്ങനെ ഇവരങ്ങ് അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളൊരു കാര്യമൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ചിലപ്പോ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ, അതായത് അങ്ങനെ കണ്ടു ഭ്രമിച്ചു. 6-ാമത്തെ വാക്യത്തില് അവൻ അവരോട് ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെയില്ല, അവനെ വെച്ച സ്ഥലം ഇതാ, നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും. നമുക്ക് അതിന്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ നമുക്കറിയാം. പത്രോസിനോട്, ശിഷ്യന്മാരോടെന്ന് മാത്രം പറഞ്ഞ പത്രോസ് പറയാ, ശിഷ്യന്മാരോടല്ലേ പറഞ്ഞു, ഞാൻ ശിഷ്യത്വത്തിൽ നിന്നൊക്കെ വീണുപോയി, 3 തവണ ഞാൻ കർത്താവിനെ തള്ളി പറഞ്ഞത്, ഇനിയിപ്പം ഞാൻ ആ കാറ്റഗറിയിൽ നിന്നും പെടുന്നില്ല, യുദാസ് പോയി തൂങ്ങിച്ചത്തു, എന്റെ കാര്യവും കട്ടപ്പോകയാ, അതുകൊണ്ട് ഞാനിനി കരഞ്ഞുകൊണ്ടിരിക്കാം. ബാക്കി നമ്മൾ വായിക്കുമ്പോൾ ഈ നമ്മൾ താഴോട്ട് വായിക്കുമ്പം എങ്ങനെയുള്ള ശിഷ്യന്മാരോടാ ഇവര് എന്ന് പറഞ്ഞെന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് ചെന്ന് പറഞ്ഞതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അതായത് 10-ാമത്തെ വാക്യം നോക്കുവാണെങ്കിൽ അവൾ ചെന്ന് അവനോടുകൂടി ഇരുന്നവനായി ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുന്നവരോട് അറിയിച്ചു. അപ്പം പത്രോസ് യോഹന്നാനും അവിടെ കൂളായിട്ടിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞതായിട്ടല്ല, മറിച്ച് ദേ വർ മോർണിംഗ് ആൻഡ് വീപ്പിംഗ്. അതാ നമ്മൾ വായിക്കുന്ന മർക്കോസ് 16-ാം വാക്യത്തില് മഗ്ദലക്കാരത്തി മറിയ എന്ന് ഈ ശിഷ്യന്മാരോട്, കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നവരോട് ശിഷ്യന്മാരോട് പറയുമ്പം വൈൽ ദേ വർ മോർണിംഗ് ആൻഡ് വീപ്പിംഗ്, പത്രോസൊക്കെ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്, എന്റെ കാര്യം പോക്കായി, ഇനിയിപ്പോ കാര്യം എല്ലാം ഫിനിഷായി, ഞാൻ ക്ലീൻ ബൗൾഡായി, ഔട്ടായി, ഇനിയിപ്പോ സ്വർഗത്തിന് ചാവിയൊക്കെ വേണമെങ്കിൽ യോഹന്നാനോ യാക്കോബിനോ ഒക്കെ ഏൽപ്പിച്ചേക്കെ എന്നെ കർത്താവ് ഏൽപ്പിച്ചെന്നൊക്കെ പറയുന്ന ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല പോക്കറ്റ് തപ്പി നോക്കിയിട്ട്. അപ്പം പക്ഷേ കർത്താവ് അതുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ട് മർക്കോസ് 16-ാം വാക്യം, നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറയുന്നു. നമ്മളിപ്പോ മത്തായി സുവിശേഷത്തിൽ വായിച്ചതുപോലെ ഗലീലയ്ക്ക് മുമ്പേ
നിങ്ങൾക്ക് മുമ്പായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകും. അവിടെ കർത്താവ് പറഞ്ഞ ആ മലയിൽ അവര് പോയതായിട്ട് നമ്മളിപ്പോ മത്തായി 28 വായിച്ച അവിടെ കർത്താവ് ഈ മഹാനിയോഗം, ഗ്രേറ്റ് കമ്മീഷൻ, നിങ്ങൾ എല്ലായിടത്തും പോയി സുവിശേഷം പറഞ്ഞ് എല്ലാവരെയും ശിഷ്യരാക്കി കൊള്ളുവിൻ, സ്ഥാനപ്പെടുത്തിക്കൊണ്ട് ശിഷ്യരാക്കി കൊള്ളുവിൻ എന്നൊക്കെ കർത്താവ് പറയുന്ന ആ രംഗം മത്തായി 28 ഇപ്പൊ നമ്മൾ വായിച്ചതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് മുമ്പേ മർക്കോസ് 16:7 നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറയുവിൻ, അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും. അപ്പൊ അതായത് നിങ്ങളോട് പറഞ്ഞതുപോലെ എന്ന് അവിടെ പറയുന്നുണ്ട്. അതിന്റെ 7-ാമത്തെ വാക്യത്തില് അത് എവിടെ കർത്താവ് പറഞ്ഞ എവിടാ നമ്മള് നോക്കുവാണെങ്കിൽ കർത്താവ് അവരോട് മത്തായി 26:32 പറയുന്നുണ്ട്. ഇതിനു മുമ്പേ അതായത് ഉയർത്തെഴുന്നേറ്റിട്ട് താനെ ഗലീലയ്ക്ക് പ്രത്യക്ഷമാകും എന്നുള്ളൊരു സൂചന മത്തായി 26:30 വാക്യം നമുക്ക് പരിചയം കാണും. ഇവിടെ കർത്താവ് സ്തോത്രം പാടി ഒലിവുമലയിലേക്ക് പോയി, അതായത് അന്ത്യത്താഴമൊക്കെ കഴിഞ്ഞ് കർത്താവ് ഒലിമലയിലേക്ക് പോയ കാര്യമാണ് മത്തായി 26:30 വാക്യത്തിൽ വായിച്ച്. അപ്പം അതിനായിട്ട് 31 വായിക്കുക. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സെഖര്യാവ് 13:7 വാക്യം കർത്താവ് പ്രവചനാത്മാവിൽ പറയുക. അതിന് പത്രോസ്, എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്നൊക്കെ വലിയ വിരോധമൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പേ 32 വാക്യം അതായത് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ പത്രോസ് പറയുന്നതിന് മുമ്പായിട്ട് 32 വാക്യം ഞാനിപ്പോ മിസ്സായി. ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നത് 32 വാക്യം. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നതിന് ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും. അപ്പൊ കർത്താവ് ഇത് അന്ത്യത്താഴം കഴിക്കുമ്പോൾ അവരെല്ലാം യെരുശലേമിലാണ് ഉള്ളത്. യെരുശലേമിലെ പെസഹ ായിട്ട് കർത്താവ് ദേവാലയത്തിലേക്ക് വരുമെന്നൊക്കെ അറിഞ്ഞാൽ കർത്താവിനെ കൊടുക്കാൻ വേണ്ടി അവരെല്ലാം കൂടെ കച്ച കിട്ടിയതായിട്ടൊക്കെ നമ്മൾ യോഹന്നാൻ 11-ാം അധ്യായത്തിന് അവസാനമൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം എന്നാൽ നോർത്തിലേക്ക്, ഇപ്പൊ അവർ സൗത്തിലാണ് ഉള്ള, സൗത്ത് ഇസ്രായേലിന്റെ തെക്കേ ഇസ്രായേലിലുള്ള, നോർത്ത് ഇസ്രായേലിലേക്ക്, വടക്കേ ഇസ്രായേലിലേക്ക്, ഗലീലിലേക്ക് മുമ്പായിട്ട് പോകും എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്. അപ്പോഴാണ് കർത്താവ് അങ്ങനെ പറഞ്ഞപ്പോഴ് ആരൊക്കെ ഇടറി പോയാലും ഞാനൊന്നും ഇടറത്തൊന്നുമില്ല, കർത്താവ് എന്നെ അറിയത്തില്ലേ, ഞാൻ അത്ര ധൈര്യശാലിയാണ്, ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവനൊക്കെ വെക്കുമെന്നൊക്കെ പറഞ്ഞാണ്. അപ്പൊ കർത്താവ് നല്ല വാർണിംഗ് 3 ഡോസൊക്കെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കോഴി പോകുന്നതിന് മുമ്പ് നീ 3 തവണയൊക്കെ തള്ളി പറയും പത്രോസേ, എന്നിട്ട് പത്രാസൊക്കെ അങ്ങ് മാറ്റി വെച്ച് ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എന്ന് പറഞ്ഞ് പത്രോസിനോട് പറയുന്ന കാര്യമൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ച്, അപ്പൊ അതാ നമ്മളിപ്പം തിരിച്ച് നമ്മൾ മർക്കോസ് 16 7-ാമത്തെ വാക്യത്തില്, നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറയുവിൻ, അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും. അപ്പം എവിടാ പറഞ്ഞത്? ഈ മത്തായി 26:32 പറഞ്ഞെന്നുള്ള കാര്യം നമ്മളിപ്പം കണ്ടു എന്ന് പറയുവിൻ. അപ്പൊ അവരൊക്കെ ചിലപ്പോ അത് കർത്താവ് ഗലീലേക്ക് ഉയർത്തെഴുന്നേറ്റിട്ട് ഗലീലേക്ക് പോകുന്നൊക്കെ പറഞ്ഞു. ഇവർക്കൊന്നും എന്തോ ഏതാണ്ട് ഇപ്പൊ ഈ ടീച്ചർമാര് ചില വലിയ പോർഷനൊക്കെ പഠിപ്പിക്കുമ്പോ ഒന്നും വലുതായിട്ടൊന്നും കത്തിയില്ല, എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെയോ കുറച്ചൊക്കെ കത്തി. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഉള്ളത് പോലും അവർക്ക് വലിയ ബോധ്യമൊന്നും ഇല്ലായിരുന്നു. എന്തൊക്കെയോ കണ്ടപ്പോ എന്തൊക്കെയോ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ കർത്താവ് അവരെ പലതവണ പറ്റുന്നത് പോലെ, എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വരാത്തത് കൊണ്ട് എത്രമാത്രം ബലഹീനരായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ അവിടെയൊക്കെ കാണുന്നത്. ഇത്രയും ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള അവരെ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരായിരുന്നെങ്കിൽ പോലും തന്നെ യെരുശലേമിലേക്ക് പോവുകയാണ്, ക്രൂശിക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ ഉള്ള കാര്യം മത്തായി 16-ാം അധ്യായം മുതലേ കർത്താവ് പറയുന്നുണ്ട്. അവരെ ഇങ്ങനെ ഗ്രേഡഡ് ആയിട്ട് പല കാര്യങ്ങൾ പെട്ടെന്ന് എല്ലാം കൂടെ പറഞ്ഞ് അവര് ഷോക്കായി പിന്നെ റിസസിറ്റേറ്റ് ചെയ്യേണ്ട വരത്തക്ക രീതിയിൽ വരാതെ പതുക്കെ ഗ്രേഡഡ് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തൊക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമായിരുന്നു. എന്നാൽ ഇതൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വലുതായിട്ടൊന്നും ഒന്നും മനസ്സിലായില്ല. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് അവർക്ക് ഉള്ളില് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ കൂടെ പരിശുദ്ധാത്മാവ് ഒപ്പം ഉണ്ടായിരുന്നു. അവരുടെ ഉള്ളിലേക്ക് പെന്തക്കോസ്ത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം തന്നെ കർത്താവ് അവരുടെ മേൽ ഊതുന്ന രംഗമൊക്കെ നമ്മളിപ്പം യോഹന്നാൻ 20-ാം അധ്യായത്തിൽ നമ്മളിപ്പം തുടർന്ന് കാണുന്നുണ്ട്. അപ്പോഴാ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലേക്ക് ഒരുപക്ഷെ വന്ന് അവർ വീണ്ടും ജന്മം പ്രാപിച്ചത്, പിന്നെ പരിശുദ്ധാത്മ ശക്തിയോടെ അവരുടെ മേൽ വന്നത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പം അതാ നമ്മളിപ്പം മർക്കോസ് 16:7 വായിച്ചു. 8-ാമത്തെ വാക്യം, അവർക്ക് വിറയലും ഭ്രമവും പിടിച്ച് അവർ കല്ലറ വിട്ട് ഓടിപ്പോയി, അവർ ഭയപ്പെടുകയും ആരോടും ഒന്നും പറഞ്ഞില്ല. നാവറങ്ങിപ്പോയി. ആരെങ്കിലും ചോദിച്ചപ്പോ എന്നൊക്കെ ഇങ്ങനെ ഒന്നും ഒരേടാൻ പറ്റാതെ എന്തോ ഇങ്ങനെ കണ്ടു. അവര് കല്ലറയ്ക്കകത്ത് കിടന്ന് ദൂതന്മാര് പറഞ്ഞ കാര്യമൊക്കെ. അപ്പൊ ആ പോകുന്ന വഴിയിലാ യേശുവിനെ കൂടെ അവര് കണ്ടതായിട്ടാ നമ്മള് മത്തായിയിൽ വായിച്ചേ. 9-ാമത്തെ വാക്യം മർക്കോസ് 16:9, അവൻ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റ് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരി മറിയത്ത് തന്നെയാണ് ആദ്യം പ്രത്യക്ഷനായത്. നമ്മൾ യോഹന്നാൻ 20 കണ്ടതുപോലെ അവൾ ചെന്ന് അവനോടുകൂടി ഇരുന്നവരായി
ദുഃഖിച്ചും. അതാ നമ്മളിപ്പം ആദ്യം വായിച്ച വാക്ക്, മർക്കോസ് 16:10 വാക്യം. അപ്പൊ ഈ ശിഷ്യന്മാരെ സന്തോഷിച്ച് ഇനിയിപ്പം ഞങ്ങൾക്ക് ഇനി പഴയ വള്ളവും വല എടുത്ത് പോകാലെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുമല്ലോ, മറിച്ച് അവര് അയ്യോ ഞങ്ങളുടെ നാഥനും കർത്താവ്. അതുപോലെ ഏറ്റവും അധികം ദുഃഖിച്ച് ഉരുകിപ്പോയത് പത്രോസ് ആയിരുന്നിരിക്കണം. ചില കർത്താവ് സ്വർഗത്തിലേക്ക് പോയി ഞാൻ കർത്താവിനെ തള്ളി പറഞ്ഞു, എന്നെ തള്ളി പറയുന്നതിനെ ഞാൻ പിതാവിനെ ദൂതന്മാരുടെ മുമ്പ് വെച്ച് തള്ളി പറയുന്നൊക്കെ മത്തായി 10-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പത്രോസിന് നന്നായിട്ട് അറിയാം. അപ്പം ഇപ്പൊ എല്ലാം തള്ളി പറഞ്ഞു കാണും, എല്ലാം ഡിലീറ്റഡ് ആയി കാണും. ഷിഫ്റ്റ് ഡിലീറ്റ് അടിച്ചതുപോലെ പത്രോസിന്റെ ഹിസ്റ്ററി എല്ലാം അതിൽ നിന്ന് കർത്താവിന്റെ ഡേറ്റയിൽ നിന്നെല്ലാം ഡിലീറ്റ് ചെയ്ത് കാണും എന്നൊക്കെ വിചാരിച്ച് പത്രോസ് ഇങ്ങനെ നെഞ്ചത്തടിച്ച് കരഞ്ഞ പത്രോസ് എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല ആ 3 ദിവസം. അതുപോലെ അങ്ങനെ ആയിരുന്ന സമയത്താണ് മഗ്ദലക്കാറ്റ് മറിയം ചെന്ന് പറയുന്നേ, ഞാൻ കണ്ടു, അവൻ ജീവനോട് ഇരിക്കുന്നു എന്നുള്ള കാര്യം. അവൻ ജീവനോട് ഇരിക്കുന്നു എന്നും 11-ാമത്തെ വാക്യം, മർക്കോസ് 16:11, അവൻ ജീവനോട് ഇരിക്കുന്നു എന്നും അവൾ അവനെ കണ്ടു എന്നും അവർ കേട്ടപ്പോൾ വിശ്വസിച്ചില്ല. അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ അവരിൽ 2 പേർ നാട്ടിലേക്ക് പോകുമ്പോൾ, ഇതാ നമ്മള് ലൂക്കോസ് 24-ാം അധ്യായത്തില് എമ്മാവോസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരായിരിക്കണം ഈ പറയുന്ന മർക്കോസ് 16:12 വാക്യത്തിൽ കാണുന്ന 2 ശിഷ്യന്മാര്. പിന്നെ അവരിൽ 2 പേർ നാട്ടിലേക്ക്, അതായത് ഒരുപക്ഷെ ഈ എമ്മാവോസിലേക്ക് പോകുന്നതാണെന്ന് നമ്മള് ലൂക്കോസ് 24:13 മുതൽ 32 വരെയുള്ള വാക്യങ്ങളുമായിട്ട് ചേർന്ന് വായിക്കും നമുക്ക് മനസ്സിലാവുന്നേ. 2 പേർ നാട്ടിലേക്ക് പോകുമ്പോൾ അവർ അവൻ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. എന്നുവെച്ചാൽ ആ എമ്മാവൂസ് പോകുന്ന ശിഷ്യന്മാർക്കും നമ്മളെ ലൂക്കോസ് 24:16 വായിക്കുവാണെങ്കിൽ അവർക്ക് മനസ്സിലായില്ല കർത്താവിനെ കണ്ടിട്ട്. കർത്താവിന്റെ ശിഷ്യന്മാർക്ക് അവര് രാപകലില്ലാതെ കർത്താവിനെ കണ്ടുകൊണ്ടിരുന്നു എത്ര നാളും. എന്നാ പുനരുദ്ധാനത്തില് എന്തോ സംതിങ് ഒരു ആത്മീയമായിട്ടുള്ള പല കാരണങ്ങളും ഒക്കെ കാണാം. ദൈവം അവർക്ക് ചില കാര്യങ്ങൾ മറച്ചു വെച്ചതായിട്ട് മറ്റൊരു രൂപത്തിൽ പ്രത്യക്ഷമായി. ഇപ്പൊ നമ്മള് മർക്കോസ് 16:12 കണ്ടു. ഇപ്പം ഈവൻ മഗ്ദലക്കാറ്റ് മറിയത്തിന് പോലും ആ ഇരുട്ടുള്ള സമയത്ത് തന്നെ കണ്ണീരൊക്കെ ആയിട്ട് കണ്ണെന്ന് കാഴ്ച നന്നായിട്ടില്ലായിരുന്നു. കണ്ണൊക്കെ കലങ്ങി കണ്ണീരൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ചിലപ്പോൾ കാഴ്ച നന്നായിട്ട് നല്ല റിഫ്രാക്ടറി എല്ലാം ഫോക്കസ് ഒന്നും ചെയ്യാനൊന്നും മറിയത്തിന് സാധിച്ചു കാണത്തില്ല. ഇരുട്ടായിരുന്നു. അപ്പൊ അവള് പ്രതീക്ഷിച്ചില്ലായിരുന്നു, കർത്താവിനെ തിരിച്ചറിഞ്ഞില്ല. പക്ഷെ എങ്കിലും പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ അങ്ങനെ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ തുടർന്നും കാണുന്നുണ്ട്. നമ്മൾ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് ലൂക്കോസ് 23:16 നമ്മൾ വായിക്കുവാണെങ്കിൽ, അതെ ലൂക്കോസ് 24:16 ആണ്. ലൂക്കോസ് 24:16 വായിക്കുവാണെങ്കിൽ, അവനെ അറിയാത്തവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. ദേ ഐസ് ബി പ്രിവെന്റഡ് ഫ്രം റെക്കഗ്നൈസിങ് ഹിം. അപ്പൊ ദൈവമായിട്ട് അവർക്ക് മനസ്സിലാവാതെ വണ്ണം അത് മറ്റൊരു രൂപത്തില അവർക്ക് പ്രത്യക്ഷനായി എന്നുള്ളൊരു കാര്യമൊക്കെയാണ് നമ്മളിപ്പം മർക്കോസ് 16:12 കണ്ട്. തിരിച്ച് മർക്കോസ് 16 വരിക. അവർ പോയി ശേഷമുള്ളവരോട് അറിയിച്ചു. അപ്പൊ ഈ ശിഷ്യന്മാർ വന്ന് ശേഷമുള്ളവരോട് അറിയിക്കുന്ന കാര്യമൊക്കെ നമ്മൾ ലൂക്കോസ് 23 കാണുന്നുണ്ട്. അവരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല. പിന്നത്തേത് 11 പേർ ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. അപ്പോ 11 പേര് മാത്രമല്ലായിരുന്നു, അവിടെ കുറച്ചുകൂടെ പേരുണ്ടായിരുന്നതായിട്ടൊക്കെ നമ്മൾ അവിടെ ലൂക്കോസ് 23 കാണുന്നുണ്ട്. ആ സമയത്ത് എന്നാൽ തോമസ് ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ യോഹന്നാൻ 20-ാം അധ്യായത്തിൽ കാണുന്നത്. ആദ്യം പുനരുദ്ധാനത്തിന്റെ ദിവസം പുനരുദ്ധാനം ചെയ്ത ആ ഞായറാഴ്ച ആദ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസ് ഇല്ലായിരുന്നു. പിന്നെ 8 ദിവസത്തിന് ശേഷം തോമസിന് വേണ്ടി രണ്ടാമത് ഒന്നുകൂടി കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതാക്കിയ യോഹന്നാൻ 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ 11 പേർ നമ്മളിവിടെ എഴുതുന്നുണ്ടെങ്കിലും അവിടെ 10 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് 11 പേർന്ന് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അന്ന് 12 പേർ 11 പേർ എന്ന് പറഞ്ഞ ആ ശിഷ്യന്മാരെ കുറിക്കുന്ന ഒരു ടൈറ്റിലായിട്ട് ദ 12 ദ 11 എന്നുള്ള ഒരു പ്രയോഗം അന്ന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് 11 പേർ ഭക്ഷണത്തിരിക്കുമ്പോൾ നമ്മളവിടെ മർക്കോസ് 16:14 കാണുന്നത്. അവൻ അവർക്ക് പ്രത്യക്ഷനായി, തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കാകിയാൽ അവരുടെ ആദ്യം തന്നെ നല്ല ഡോസാണ് കൊടുത്ത്, നല്ല ശാസന കൊടുത്ത്. ഇത്രയൊക്കെ ഉയർത്തെഴുന്നേറ്റ് മഗ്ദലക്കാറ്റ് മറിയം ചെന്ന് പറഞ്ഞു. പിന്നെന്താ, ഇവര് ഈ എമ്മാവോസിൽ പോയ 2 ശിഷ്യന്മാര് വന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വിശ്വസിക്കാതിരിക്കുവാണോ? നല്ല ശാസന, നല്ല ഡോസ് കർത്താവ് നല്ല ഉയർത്തെഴുന്നേറ്റിട്ട് കർത്താവ് ഇന്നലെ ഇന്നും അനന്യ കർത്താവിന്റെ വഴക്ക് കേട്ടപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഇതിനെ കർത്താവ് തന്നെ നല്ല ഡോസ് വരുന്നുണ്ട്. താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുക എന്ന് പറയുന്ന ആ കർത്താവ് അതായത് എന്തിനെയൊക്കെയാ ശാസിച്ച്? അവരുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തെയും ശാസിച്ചു. നിങ്ങളെ എത്ര നാള് ഞാന് പുറത്തോണ്ടിരിക്കും എന്നൊക്കെ കർത്താവ് ചോദിച്ചതാണ്. പലതവണ കർത്താവ് അതാണല്ലോ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്. നമ്മൾ പലപ്പോഴും കർത്താവ് നമ്മളോട് ഒരുപാട് ശാസിച്ചൊക്കെ പറയുന്നുണ്ടാകും. പലപ്പോഴും നമ്മൾ കർത്താവിനെ വേണ്ടവണ്ണം കേൾക്കാത്തതുകൊണ്ട് കർത്താവിന്റെ ശാസന നമുക്ക് പിടികിട്ടാത്തത്. കർത്താവിന്റെ സ്നേഹത്തില അത് നമ്മളെ
അത്രയധികം കർത്താവിനോട് നമ്മൾ ചേർന്നിരിക്കണമെന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളുടെ ഹൃദയകാഠിന്യം അവിശ്വാസമൊക്കെ കാണുമ്പോൾ കർത്താവ് നമ്മളെ ശാസിക്കും. അവൻ ഇന്നലെ ഇന്നും എന്നും അനന്യനാണെന്ന് എബ്രായർ 13:8 വാക്യത്തെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മർക്കോസ് 16:15 പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി. അപ്പൊ ആ മഹാനിയോഗത്തിന്റെ രണ്ടാം പകുതി ഇവിടെ പറയുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. മഹാനിയോഗത്തിന്റെ ആദ്യത്തെ പകുതി എന്ന് വേണമെങ്കിൽ പറയുന്നത് ഇവിടെ സുവിശേഷം പ്രസംഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. മത്തായി 28 നമ്മള് ശിഷ്യത്വത്തെ കുറിച്ച് പറയുന്നു. പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനകൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പം സ്നാനപ്പെടാത്ത ശിക്ഷാവിധി അകപ്പെടത്തില്ല. അപ്പൊ അതുകൊണ്ട് സ്നാനപ്പെടേണ്ട എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് ആണ് സ്നാനം ഉള്ളതെന്നുള്ള കാര്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. എന്നാൽ വിശ്വസിക്കാത്തവർ അവര് ഇനിയിപ്പോ സ്നാനപ്പെടുകയോ പെടാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ ശിക്ഷാവിധിയിൽ അകപ്പെടുന്നവരായിരിക്കും. 17 വാക്യം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അതായത് ആ ഇവാഞ്ചലിസ്റ്റിക് പയനീറിംഗ് മിഷൻ, അതായത് മിനിസ്ട്രി, ആദ്യമായിട്ട് സുവിശേഷം പയനീറിംഗ് മിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് ഇവാഞ്ചലിസ്റ്റിക് മിനിസ്ട്രിയിലാണ് കൂടുതലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ സുവിശേഷങ്ങളിലും നമ്മളുടെ ചരിത്രത്തിലും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ശിഷ്യത്വത്തിന്റെ പ്രസംഗിക്കുന്ന നാളുകളിൽ അത്രയും അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ആദ്യമായിട്ട് ഇതുവരെ യേശു എന്ന് കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് നിന്ന് യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ആരെന്ത് വിശ്വസിക്കാനാണ്? അപ്പൊ അവർക്ക് കാര്യങ്ങളെ ഒന്ന് ഇത് ദൈവത്തിന്റെ അധികാരത്തോടെ ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ കരുണയിൽ എന്തൊക്കെ ചെയ്യും, പല അടയാളങ്ങൾ നടക്കും. അതായത് മർക്കോസ് 16 നമ്മൾ ഇവാഞ്ചലിസത്തെ കുറിച്ച് വായിക്കുന്നത്. മത്തായി 28 നമ്മൾ ഡിസൈബിൾ മേക്കിംഗ്, ശിഷ്യത്വത്തെ കുറിച്ച് വായിക്കുന്നത്. ഇവാഞ്ചലിസം സുവിശേഷവൽക്കരണം വെച്ച് ഇതുവരെ കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്തവരായിട്ട് അറിയിക്കുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ ഈ അടയാളങ്ങൾ നടക്കും, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ അന്യഭാഷകളിൽ സംസാരിക്കും, അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. നമ്മുടെ സാധു സുന്നസിങ്ങനെ ഒക്കെ വിഷം കൊടുത്തു ബന്ധുക്കള് എന്ന് അതൊന്നും ഏറ്റില്ല എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. സാധുസിംഗ് എന്ന് പറഞ്ഞാൽ സിഖ് മതത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞ ഒരു വലിയ ഭാരതം കണ്ട ഏറ്റവും വലിയ ദൈവമനുഷ്യന്മാരിൽ ഒരാളായിട്ട് നമ്മള് യുവൻ സാക്ബറിനെ നമ്മൾ കേൾക്കാറുണ്ട്. ഭക്ത് സിംഗിനെയും സാധു സുന്ദർ സിംഗിനെയും മദർ തെരേസയും, ആ 3 പേര് സാക്ബർ ഇന്ത്യയിൽ ഏറ്റവും ബഹുമാനിക്കുന്ന ദൈവമനുഷ്യരായിട്ട് പറയാറുള്ളത്. ഭക്ത് സിംഗും സാധു സുന്ദർ സിംഗും മദർ തെരേസ എന്ന് പറയാറുണ്ട്. അപ്പൊ ആ സാധു സുന്ദർ സിംഗ് അതുപോലൊക്കെയുള്ള മനോഹരമായ വിഷം കൊടുത്തിട്ട് അതിനൊന്നും ഹാനി വരാതെ ഒക്കെ ദൈവം കാത്ത കാര്യങ്ങൾ, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അത് എസ്പെഷ്യലി അവര് ഇപ്പോഴും കർത്താവ് ചെയ്യുക മതിയായവന, എന്നാൽ എപ്പോഴും കർത്താവ് സൂപ്പർ നാച്ചുറലായിട്ട് അത് ഇന്ദ്രിയമായിട്ട് എല്ലാം ചെയ്യുന്നില്ല. എസ്പെഷ്യലി സുവിശേഷം എത്തിയില്ലാത്ത ഇടങ്ങളിലേക്ക് ഇന്നും സുവിശേഷം എത്തിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലും അതുപോലെ ഇതുവരെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിലേക്കൊക്കെ സുവിശേഷം കൊണ്ടെത്തിക്കുന്ന സഹോദരന്മാർക്ക് അതുപോലുള്ള ഒത്തിരി സാക്ഷ്യങ്ങളും അത്ഭുതങ്ങളുടെയും കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കരുണയിൽ ഈവൻ ആദ്യമായിട്ട് കേരളക്കരയിലെ തോമസ് AD 54 വന്നപ്പോഴും അവിടെ വെള്ളത്തുള്ളികളെ സ്വർണ്ണ നാണയമായിട്ട് മാറിയതായിട്ടും അങ്ങനെയൊക്കെയുള്ള പല ചരിത്ര സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പല അത്ഭുതങ്ങളൊക്കെ തോമസ് ചെയ്തതായിട്ട്. അപ്പൊ അങ്ങനെ ആ തോമസ് പറയുന്ന ആ ഒരു വാക്കുകൾ അവരെ കുറച്ചുകൂടെ ശ്രദ്ധ വെച്ച് കേട്ട് അങ്ങനെ പലരും വിശ്വാസത്തിലേക്ക് വന്നതായിട്ടും ഒക്കെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആ ഇവാഞ്ചലിസ്റ്റിക് മിനിസ്ട്രിയിലുള്ള ആ ഒരു പയനിയറിംഗ് മെഷീനിലുള്ള അത്ഭുതങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ സുവിശേഷം 10,000 തവണ കേട്ടിട്ടുള്ള കേരളക്കരയിലൊന്ന് ഇന്ന് അത്ഭുതം എന്ന് പറഞ്ഞ് കുറെ വ്യാജ അത്ഭുതമായിട്ട് പലരും TV ഇവാഞ്ചലിസ്റ്റുകളായിട്ട് യൂട്യൂബ് ഇവാഞ്ചലിസ്റ്റുകളായിട്ടൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ആരുടെയും കെണിപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരെ നല്ലൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മൾ അവരെ വളരെ ഒഴിഞ്ഞു നിൽക്കണം. അവരെ അതിലേ വരുന്ന കണ്ട് നമ്മൾ മറ്റേടത്തോട്ട് പൊയ്ക്കോണെന്ന് വെച്ചാൽ അത്ര അങ്ങനെയുള്ള ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തി ഇല്ലാത്തവര് നമ്മൾ അവരോട് ഒരു ബന്ധവോ കൂട്ടായ്മയോ നമുക്ക് പാടില്ല എന്ന് നമ്മൾ ആരും വിധിച്ചു തള്ളാനല്ല, നമ്മളവരെ സ്നേഹിക്കുന്നു എന്നാ. എല്ലാവരും അങ്ങനെ ആണെന്നുമല്ല നമ്മൾ പറയുന്നത്. എന്നാൽ ഒത്തിരി കള്ളനാണയങ്ങളുണ്ട്, നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള കാര്യം. അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിൽ പൈസ അവന്റെ പോക്കറ്റിലിരിക്കുന്ന 500 രൂപ എങ്ങനെ എന്റെ പോക്കറ്റിലാക്കാം എന്ന് മാത്രം ചിന്തിക്കുന്ന പല വ്യാജ സുവിശേഷകരും കള്ള സുവിശേഷകരും ഒക്കെ പതിയിരിക്കുന്ന ഒരു ക്രിസ്തീയ ലോകമാണ്. പതിയിരിക്കുകയും വെളിവാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു ക്രിസ്തു എന്ന് പറയുന്ന ലോകത്തൊക്കെയാണ് നമ്മളായിരിക്കുന്നത്. പിന്നെ 19-20 കൂടെ ഞാൻ വായിക്കുക. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എന്നാൽ അത്
ഒരു 40 ദിവസത്തോളം കർത്താവ് അവർക്ക് പലതവണയായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതെന്ന് നമ്മൾ അപ്പോസ്തലർ 1-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തിൽ 2-3 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ, അതായത് ആ കർത്താവ് പെസഹ നാളിലാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടതെങ്കിൽ പിന്നീട് 40ഓളം ദിവസം കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം പിന്നെ ഒരു 10 ദിവസം അവര് പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരുന്നു. അങ്ങനെ പെസഹ നാളിൽ നിന്ന് 50ാമത് നാളിലാണ് പെന്തക്കോസ്ത് നാളിൽ. ആ പെന്തക്കോസ്ത് നാളിലാണ് ആ 50ാം നാൾ, പെന്തക്കോസ്ത് എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ 50ാം നാൾ എന്നാണ്. ആ പെന്തക്കോസ്ത് നാളിലാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേല് ശക്തിയോടെ വന്നതായിട്ട് നമ്മൾ അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ആ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് അവരുടെ ഒരു പെരുന്നാളായിരുന്നു. പെസഹ കഴിഞ്ഞിട്ട് 50ാമത്തെ നാള് പെന്തക്കോസ്ത് പെരുന്നാള് അവർക്ക് ഉണ്ടായിരുന്നതായിട്ടൊക്കെ നമ്മൾ ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ ആ പെരുന്നാളുകളുടെ കൂട്ടത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ 19ാമത്തെ വാക്യം, മർക്കോസ് 16:19, ദൈവത്തിന്റെ വലത് ഭാഗത്ത് കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടിരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടി പ്രവർത്തിച്ചു, അവരെ നടന്ന അടയാളങ്ങളെ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ആ വചനം കൺഫേം ചെയ്യാൻ വേണ്ടി കർത്താവ് സയൻസ് ചെയ്തു. കൺഫേം ദ വേർഡ് ബൈ ദ സയൻസ്. എന്തെങ്കിലും ആളെ രസിപ്പിക്കാൻ വേണ്ടി കർത്താവ് അടയാളങ്ങൾ ചെയ്യുന്ന കർത്താവല്ല, മറിച്ച് കർത്താവിന്റെ വചനം പ്രസംഗിച്ചിടത്ത് ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനമാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ദൈവം ചില അടയാളങ്ങൾ ഇതുവരെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് കർത്താവ് ആ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ മർക്കോസ് 16 കണ്ട്. ഇന്ന് നമ്മൾ ലൂക്കോസിലേക്ക് നമുക്ക് പോകുമ്പം അവിടെ എമ്മൗസിലുള്ള ശിഷ്യന്മാരുടെ കാര്യമൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അവിടെ അതിന്റെ 24-ാം അധ്യായത്തില് നമ്മൾ അവിടെ എന്താ വായിക്കുന്നത്? 24-ാം അധ്യായം ലൂക്കോസ് 24-ന്റെ 1-ാമത്തെ വാക്യം, അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അധികാലത്ത് കല്ലറക്കിലെത്തി. ഈ സഹോദരിമാരുടെ കാര്യം നമ്മൾ വായിക്കുന്നത്. അതിന്റെ തൊട്ടു മുമ്പ് മറിയമാരുടെ കാര്യവും നമ്മള് സ്ത്രീകളുടെ കാര്യം 55-ാമത്തെ വാക്യത്തിൽ, ഗലീലയിൽ നിന്ന് അവനോടുകൂടി പോകുന്ന സ്ത്രീകള്, അതായത് ഈ മറിയമാരൊക്കെ, മഗ്ദലക്കാരി മറിയ, യാക്കോബ് യോഹന്നാന്റെ അമ്മയായിട്ടുള്ള ശലോമി, പിന്നെ യാക്കോബിന്റെ യോസയുടെ അമ്മയായിട്ടുള്ള മറിയ ഒക്കെ ആ ഗലീലയിൽ നിന്ന്, ആ വടക്കൻ ഇസ്രായേലിൽ നിന്ന് യെരൂശലേമിലേക്ക് കർത്താവ് വന്നപ്പോഴത്തേക്ക് കർത്താവിന്റെ കൂടെ അനുഗമിച്ച ആ സ്ത്രീകളും പിന്നാലെ ചെന്നു. കല്ലറയും അവരുടെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് എങ്ങനെയാ എവിടെ വെച്ചേക്കുന്നതെന്നൊക്കെ അവർ നന്നായിട്ട് നോക്കി കണ്ട്, അത് കഴിഞ്ഞിട്ടാ പിന്നെ ചെന്ന് കർത്താവിനെ സുഗന്ധദ്രവ്യം പൂശാനായിട്ട് അവർ ചെല്ലുന്നത്. അങ്ങനെ വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബ്ദത്തിൽ സ്വസ്ഥമായിട്ടിരുന്നു. അവർ ഒരുക്കി സുഗന്ധവർഗം എടുത്ത്, ലൂക്കോസ് 24-ന്റെ 1-ാമത്തെ വാക്യം, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അധികാലത്ത് കല്ലറക്കിലെത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായിട്ട് കണ്ടു. അകത്ത് കടന്നപ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം, നമ്മൾ ഡ്രസ് കോഡ് കണ്ടു. 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. നമ്മള് 2 ദൂതന്മാരെ കണ്ടതായിട്ട് സുവിശേഷങ്ങളിൽ നമ്മൾ യോഹന്നാൻ 20-ലും ബാക്കിയുള്ള സുവിശേഷങ്ങളിലും ഇപ്പൊ നമ്മൾ കണ്ടല്ലോ. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ, അത് മർക്കോസിലല്ല, ലൂക്കോസ് 24-ന്റെ 5-ാമത്തെ വാക്യത്തില്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും. അപ്പം ഗലീലയിലായിരിക്കുമ്പോൾ തന്നെ കർത്താവ് എപ്പോഴാ പറഞ്ഞെന്നുള്ളത് നമ്മൾ മത്തായി 16-ലാ അത് വായിക്കുന്നത്. മത്തായി 16-ന്റെ 21-ലും നമ്മള് മത്തായി 17-ന്റെ 22, 23 വാക്യങ്ങളിലും കർത്താവ് അത് പറഞ്ഞായിരുന്നു. ഗലീലയിലായിരിക്കുമ്പോൾ തന്നെ ഈ ക്രൂശിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തൊരു കാര്യം നമുക്ക് അതൊന്ന് എടുത്തു നോക്കണമെങ്കിൽ ഇവിടെ ലൂക്കോസ് 24-ന്റെ 7-ാമത്തെ വാക്യം, അതിന്റെ 6-7 വാക്യങ്ങളുടെ റെഫറൻസ് എവിടാന്ന് ചോദിച്ചാൽ മത്തായി 16-ാം അധ്യായത്തിൽ. നിങ്ങൾ അതായത് അവര് ഗലീലയിലേക്ക് പോകും എന്നുള്ള കാര്യം നമ്മൾ മത്തായി 24-ന്റെ 32 കണ്ടു, മത്തായി 26-ന്റെ 32 കണ്ടു. ഇവിടെ കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേക്കും എന്നൊക്കെയുള്ള പറഞ്ഞ കാര്യം ഗലീലയിലായിരുന്നപ്പം തന്നെ നിങ്ങളോട് പറഞ്ഞല്ലായിരുന്നോ എന്ന് ഈ ദൂതന്മാര് പറയുക. അപ്പം അന്ന് ടീച്ചർ ഈ ക്വസ്റ്റ്യനൊക്കെ എടുത്തതെന്ന് ഓർമ്മയില്ലേ? ഇപ്പൊ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് എല്ലാവരും പരിഭ്രമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് മത്തായി 16-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. അവിടെ എന്താ നമുക്കറിയാം, ചാവിയൊക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ദൈവരാജ്യത്തിന്റെ താക്കോലൊക്കെ ഞാൻ നിനക്ക് തരുന്നു എന്നൊക്കെ 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. എന്റെ സഭയെ പണിയുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് സാത്താനെ വിട്ടുപോകുന്ന പറയുന്നത് ഡോസ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത് പറഞ്ഞപ്പോഴാ പത്രോസ് പറഞ്ഞു, അയ്യോ അങ്ങനൊന്നും അങ്ങേക്ക് പറ്റത്തില്ല, അയ്യോ എന്റെ ഗുരുവാ, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, ആരും നിന്നെ എടുത്ത് ക്രൂശിക്കത്തൊന്നും ഇല്ല എന്ന് പറയുന്ന അപ്പോഴാ പത്രോസിന് നല്ല ശാസന, നല്ല ഡോസ് കിട്ടിയത്.
മത്തായി 16:21 വാക്യം, അന്ന് മുതൽ യേശു, അതായത് ഈ താൻ സഭയെ പണിയും എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് പറയും, അന്ന് മുതൽ യേശു താൻ യെരുസലേമിൽ ചെന്നിട്ട്, അപ്പൊ കർത്താവ് യെരുസലേമിലേക്ക് പോയിട്ട് മൂപ്പന്മാര്, മഹാപുരോഹിതന്മാര്, ശാസ്ത്രിമാര് എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അപ്പൊ മുതലേ പറയാൻ തുടങ്ങി. അപ്പോഴേ ഇത് ജീവനുള്ള ദൈവത്തിന്റെ ക്രിസ്തുവാണ് എന്നൊക്കെ പത്രോസ് എല്ലാം ഏറ്റുപറഞ്ഞ്, നീ അത് വെളിപ്പാടുകൂടിയാ പറഞ്ഞെന്നുള്ള കാര്യം, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെന്നൊക്കെ പറഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് കത്താൻ തുടങ്ങിയപ്പോഴാ കർത്താവ് പിന്നെ പറഞ്ഞ്, ഇനിയിപ്പം ഞാനങ്ങ് യെരുശലേമിലേക്ക് പോയിട്ട് ക്രൂശിക്കപ്പെട്ടിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവെ അത് അരുത് എന്നൊക്കെ പറയുമ്പോഴേക്കും നല്ല ഡോസ് കിട്ടിയതായിട്ടൊക്കെ നമ്മൾ അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ വായിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ തൊട്ടടുത്ത അധ്യായത്തിൽ മത്തായി 17-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിലും പിന്നെയും ഗലീലയിലായിരുന്നപ്പോൾ കർത്താവ് പറയുന്ന കാര്യമാണ് നമ്മൾ പറയും. മറ്റേതാണെങ്കിൽ സിസറ ഫിലിപ്പിയില് പറയുന്ന കാര്യം. ഇവിടെ നമ്മളിപ്പോ മത്തായി 16 വായിച്ച കാര്യം കൈസരിയ ഫിലിപ്പയിലായിരുന്ന, മത്തായി 16:13 യേശു ഫിലിപ്പിന്റെ കൈസരിയയുടെ പ്രദേശത്ത്, കൈസരിയ ഫിലിപ്പയിലായിരുന്ന സമയത്ത് പറഞ്ഞ കാര്യമാണ് നമ്മളിപ്പോ മത്തായി 16:21 വായിച്ച്. പിന്നെ യഹൂദിയയിൽ പറഞ്ഞ കാര്യമാണ്, ഗലീലയിൽ പറഞ്ഞ കാര്യമാണ് മത്തായി 17:22-23 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമായിരിക്കുന്നു, അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് അവരോ ഏറ്റവും ദുഃഖിച്ചു. അവർക്ക് ആ കാര്യങ്ങൾ വളരെ ദുഃഖം ഉണ്ടാക്കി. അതായത് ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു ക്രിമിനൽ, ഒരു കുറ്റവാളി എന്ന വണ്ണം, ഏറ്റവും അടിമദാസിനെക്കാട്ടിലും താഴ്ന്ന വണ്ണം, അതുപോലെ ഒരു നീചമായിട്ടുള്ള ഒരു മരണം മനുഷ്യപുത്രൻ നേടാൻ പോകുക പറയുമ്പോൾ അവർക്ക് എന്ത് ഈ കർത്താവ് പറയുന്നത്, ഇനിയിപ്പം വല്ല ആലങ്കാരിക ഭാഷയിലെങ്ങനെ കർത്താവ് പറയുമായിരിക്കും എന്നൊക്കെ ചിലപ്പം ഒരുപക്ഷെ അവർ വിചാരിച്ചു കാണാം. അവര് എന്തായാലും അവർക്കൊന്നും മനസ്സിലായില്ല, അവർ ദുഃഖിച്ചു എന്നുള്ള കാര്യം നമ്മൾ കാണുന്നത്. അപ്പൊ ആ കാര്യമാണ് ഇപ്പം നമ്മളിപ്പോ ഗലീലയിലായിരുന്നപ്പോ കർത്താവ് നിങ്ങളോട് ആ കാര്യങ്ങൾ പറഞ്ഞില്ലേ എന്ന് ദൂതൻ ഇവരോട് ചോദിക്കുക. ലൂക്കോസ് 24:7 വാക്യം, മനുഷ്യപുത്രനെ പാപികളായ, ലൂക്കോസ് 24:7 വാക്യം, അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത്. അവൻ 6-ാമത്തെ വാക്യം കൂടി ചേർത്ത് വായിക്കുക, അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ. നമ്മളിപ്പോ മത്തായി 17:22-23 വായിച്ച്, ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളോട് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലായിരുന്നു, അന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ? അവർ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഒന്ന് ആ പോർഷനിക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്താട്ടെ. അന്ന് ഓൾറെഡി പറഞ്ഞതല്ലായിരുന്നു കർത്താവ്? നിങ്ങളുടെ ബൈബിൾ നോട്ട്ബുക്കിന്റെ നോട്ട്സ് എടുത്ത് മറിച്ച് നോക്കിയാൽ കർത്താവ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ചിലപ്പോൾ നമ്മള് ഈ ഭജനമൊക്കെ ആദ്യമായിട്ടാണല്ലോ ബ്രദർ പറയും. അല്ലല്ലേ, ഇത് നമ്മൾ അത്ര നാൾ പറഞ്ഞ ഞാൻ നോട്ട്ബുക്ക് എടുത്ത് മറിച്ച് നോക്കിയാൽ അന്നത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നവര് ശിഷ്യന്മാരോട് നമ്മുടെ ദൂതന്മാര് പറയുക, അന്നേ നിങ്ങളോടത് പറഞ്ഞായിരുന്നു, അതൊന്ന് ഓർത്തു നോക്കിയാട്ടെ, അവിടെ ഗലീലയിൽ വെച്ച് പറഞ്ഞ് ഓർക്കുന്നില്ലേ? അപ്പം അവർക്ക് കത്തി. അവർ അവന്റെ വാക്ക് ഓർത്തു, കല്ലറ വിട്ട് മടങ്ങിപ്പോയി 11 മുതലായ എല്ലാവരോടും ഈ സ്ത്രീകള് ഇതൊക്കെ അറിയിച്ചു. അവർ ആരെന്നാൽ മഗ്ദലക്കാരി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ, പിന്നെ ശലോമിയുടെ കാര്യം കൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ എന്നിവർ തന്നെ അവരോടുകൂടെ മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നുള്ള അറ്റ്ലീസ്റ്റ് 3 സ്ത്രീകളുടെ കാര്യം, പിന്നെ വേറെ സ്ത്രീകളുടെ കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവരെ വിശ്വസിച്ചില്ല. ഇപ്പൊ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. അപ്പം പത്രോസ് എഴുന്നേറ്റ് കല്ലറകൾ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി, തുണി മാത്രം കണ്ടു, സംഭവിച്ചത് എന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു. അപ്പൊ പത്രോസിന് കർത്താവ് ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് കൊടുക്കുന്നതായിട്ട് നമ്മളവിടെ നമ്മള് വചനത്തിൽ കാണുന്നുണ്ട്. അതായത് ആദ്യം ശിഷ്യന്മാരില് കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെടുന്ന പത്രോസിനാണ്, അവസാനം പ്രത്യക്ഷപ്പെടുന്നത് തോമസിനാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ കാണുന്നത്. ഇപ്പം പത്രോസിനെ പ്രത്യക്ഷപ്പെട്ട പോർഷൻ റെഫറൻസും കൂടെ ഞാൻ അത് എടുക്കാം. അതായത് ഇപ്പം പത്രോസ് എന്ന് നോക്കിയതായിട്ട് നമ്മളിപ്പോ കണ്ടു. 13-ാമത്തെ വാക്യം, അന്ന് തന്നെ അവരിൽ 2 പേര് യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള, 7 നാഴിക ദൂരം എന്ന് പറഞ്ഞാൽ ഒരു 11.3 കിലോമീറ്റർ, അതായത് ഒരു 3 മണിക്കൂർ ഒരു നടക്കുന്ന യാത്ര ഉണ്ടായിരുന്നു. അപ്പം ആ മൗസിലുള്ള ശിഷ്യന്മാരുടെ കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർക്ക് ആ സമയത്തൊന്നും മനസ്സിലായില്ല. 16-ാമത്തെ വാക്യം ഇപ്പൊ നമ്മൾ വായിച്ചായിരുന്നു മുമ്പേ. അവർക്ക് കർത്താവിനെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് കർത്താവ് അവർക്ക് അപ്പം നുറുക്കി കൊടുക്കപ്പം ഒരുപക്ഷെ ആണിപ്പാടുടെ കരവും കണ്ടു കാണും.
അവരുടെ ആ അപ്പം യുനോ അപ്പം ഭക്ഷിച്ചപ്പോഴത്തേക്കും അവരുടെ കണ്ണ് തുറന്നു. 31-ാമത്തെ വാക്യം, ലൂക്കോസ് 24:31 ഞാൻ ബൈപ്പാസ് ചെയ്യുക. അത്ര പോർഷനിലേക്ക് നമ്മൾ പിന്നെ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോർഷനും നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതുമാണല്ലോ. 31-ാമത്തെ വാക്യം, ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. പെട്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് അപ്രത്യക്ഷപ്പെട്ടു. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മളെ ഹൃദയം നമ്മളുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. കർത്താവ് സംസാരിക്കും, നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ 33-ാമത്തെ വാക്യം, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങി പോകുന്നു. അപ്പൊ അവര് എമ്മാവുസിലേക്ക് പോകുമായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ യെരുശലേമിലേക്ക് മടങ്ങി പോകുന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു. സീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. അപ്പൊ സീമോന് കർത്താവ് ഇതിനിടയ്ക്ക് ഒരു പ്രത്യക്ഷനായി എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. അതേ കാര്യം തന്നെ നമ്മൾ 1 Corinthians 15:5 വായിക്കുവാണെങ്കിൽ ഇതേ കാര്യം തന്നെ സീമോന് പ്രത്യക്ഷനായ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷനാവുന്നതിന് മുമ്പേ, ഇപ്പൊ യോഹന്നാൻ 20-ാം അധ്യായത്തിൽ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷനാവുന്ന ഒരു രംഗം നമ്മൾ അവിടെ ആ ഒരു വൈകുന്നേരം കർത്താവ് ആ ഉയർത്തെഴുന്നേറ്റ് ആ ഞായറാഴ്ച വൈകുന്നേരം അവർക്കെല്ലാം പ്രത്യക്ഷനാവുന്ന കാര്യം യോഹന്നാൻ 20-ാം അധ്യായത്തിൽ കാണുന്നത്. ഒരുപക്ഷെ ഉച്ച കഴിഞ്ഞ സമയത്തൊക്കെ ആയിരിക്കും ഈ എമ്മാവുസിലുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായേ. അപ്പൊ അവര് വന്ന് പറയുമ്പോൾ ശീമോൻ ഇത് ഓൾറെഡി കർത്താവ് പ്രത്യക്ഷനായി എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ 1 Corinthians 15-ാം അധ്യായത്തില് അവിടെ പൗലോസ് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് സംശയിച്ചിരിക്കുന്ന കുരിന്തി വിശ്വാസികളോട് പറയുമ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആർക്കൊക്കെ പ്രത്യക്ഷനായി എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പൊ അവിടെ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഈ സീമോന് പ്രത്യക്ഷനായ കാര്യം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പം ഞാനത് 3 മുതൽ വായിക്കുക. 1 Corinthians 15:3-ാമത്തെ വാക്യം, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ കർത്താവിന്റെ അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് കേഫാവിനും പിന്നെ 12 പേർക്കും. അപ്പം ആർക്ക് പ്രത്യക്ഷപ്പെട്ടു? ഏറ്റവും തള്ളിപ്പറഞ്ഞ് കർത്താവിന് 3 തവണ തള്ളിപ്പറഞ്ഞ് ഏറ്റവും പരാജയത്തിന്റെ കയ്പുനീര് കുടിച്ച് കരഞ്ഞുകൊണ്ടും വിലപിച്ചുകൊണ്ടിരുന്ന പത്രോസിന് കർത്താവ് ആദ്യം മഗ്ദലക്കാരത്തി മറിയത്തിന് പ്രത്യക്ഷനായേ. പിന്നെ ബാക്കി സഹോദരിമാർക്ക് അവര് ശിഷ്യന്മാരോട് പറയാൻ ചെല്ലുന്ന സമയത്ത് പ്രത്യക്ഷനാവുന്നത് മത്തായി 28 നമ്മൾ കണ്ടു. പിന്നെ ഇപ്പം പത്രോസ് ഇതിനിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ കേഫാവിന്, അതായത് പത്രോസിനും പിന്നെ 12 പേർക്കും എന്ന് പറയുമ്പോൾ അവിടെ 11 പേരേ ഉള്ളൂ. യൂദാസ് മരിച്ചായിരുന്നു. 10 പേരേ ഉള്ളൂ. യൂദാസ് മരിച്ചായിരുന്നു. തോമസ് ആ സമയത്ത് ഇല്ലായിരുന്നു. പിന്നീട് തോമസിന് പ്രത്യക്ഷപ്പെട്ടെന്നൊക്കെ നമ്മൾ യോഹന്നാൻ 20 വായിക്കുന്നുണ്ട്. എന്നാൽ 12 പേർ, 12 എന്നുള്ള ഒരു ടൈറ്റിൽ മാതിരി പഞ്ചപാണ്ഡവർ എന്നൊക്കെ പറയുന്നത് പോലെ ഈ 12 പേർ എന്ന് പറയുന്ന ഈ ശിഷ്യന്മാരെ കുറിക്കുന്ന, അപ്പോസ്തലന്മാരെ കർത്താവ് തെരഞ്ഞെടുത്തവരെ കുറിക്കുന്നു എന്നുള്ള നിലയിൽ അവിടെ ഒരു ടൈറ്റിലായിട്ട് അങ്ങ് 12 പേർക്ക് പ്രത്യക്ഷനായി എന്ന് എഴുതിയേക്കുക. എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നൂല, ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നല്ലേ എന്ന് കൊരിന്ത്യർ വിശ്വാസികളോട് പറയുന്നത്. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അപ്പൊ ഈ 40ഓളം ദിവസം കർത്താവ് പ്രത്യക്ഷമായ സമയത്ത് ഒരു സമയത്ത് 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. കർത്താവ് ആദ്യത്തെ 3 തവണ പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ് നമ്മൾ യോഹന്നാൻ 20-ാം അധ്യായത്തിൽ 2 തവണയും 21-ാം അധ്യായത്തിൽ 3-ാമത്തെ തവണയും പ്രത്യക്ഷനാവുന്നതൊക്കെ നമ്മളിപ്പോ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കാൻ പോവുക. എന്നാൽ ഈ 40ഓളം ദിവസം കർത്താവ് ഇവർക്ക് പ്രത്യക്ഷനായപ്പോ 500-അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അപ്പൊ ഇത് എന്തുകൊണ്ട് കുരിന്തി വിശ്വാസികളോട് ഇതൊക്കെ എതിർത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാല് കർത്താവ് പുനരുദ്ധാനം ചെയ്തു എന്നുള്ളത് ഒരു കെട്ടുകഥയല്ല, അത് വളരെ വിശ്വാസ്യമായിട്ടുള്ള കാര്യം. അവിടെ നമ്മള് സഹോദരിമാർക്ക് പ്രത്യക്ഷനായതായിട്ട് പൗലോസ് ഒരുപക്ഷെ പറയാത്തത് സഹോദരിമാരുടെ ആ ഒരു സാക്ഷ്യത്തെക്കാട്ടില് സഹോദരിമാരുടെ അവർക്ക് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞത് ഈ അവർക്ക് എടുത്തു പറയുന്നത് കൊണ്ട് അങ്ങനെ ആയി. അതുകൊണ്ട് അത് എംഫസൈസ് പറയാൻ വേണ്ടി ആയിരിക്കും അവിടെ സഹോദരിമാർക്ക് പ്രത്യക്ഷമാകുന്ന കാര്യം പറയാതെ ഈ അവർ ഓൾറെഡി ഡൗട്ടിങ് ആയിരുന്ന കുരിന്തി വിശ്വാസികൾ അവർക്ക് ഭയങ്കര സോളിഡ് എവിഡൻസ് ഒക്കെ വേണം. അപ്പൊ അതുകൊണ്ട് ഇത്ര സാക്ഷികളുണ്ട്, 500 പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷമായത് എന്താ കെട്ടുകഥയാണോ എന്നുള്ള കാര്യമൊക്കെ ഉറപ്പിക്കാൻ വേണ്ടി പൗലോസ് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ സഹോദരിമാർക്ക് പ്രത്യക്ഷനായ കാര്യമൊന്നും അവിടെ എടുത്ത് പറയുന്നില്ല. എന്നാൽ കർത്താവ് ആദ്യം സഹോദരിമാർക്ക് പ്രത്യക്ഷനായി എന്നുള്ള കാര്യം നമ്മൾ സുവിശേഷങ്ങളിൽ ഇപ്പം വായിച്ചു. അനന്തരം അവൻ 1 Corinthians 15:6 അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോട് ഇരിക്കുന്നു, ചിലരും നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും, അത് ആ യാക്കോബ് എന്ന് പറയുന്നത് കർത്താവിന്റെ സഹോദരനായ യാക്കോബ് ആയിരിക്കാനാ സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. അതിന്റെ അവസാനം ആർക്ക് പ്രത്യക്ഷനായെന്ന് ചോദിച്ചാല് ആർക്ക്? ഈ പൗലോസ്. അതാ പറയുന്നത് എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ. അതായത് ഈ ഒരു അകാല പ്രജ എന്ന് പറയുമ്പോൾ അതിലൊരു അബോഷനെ കുറിക്കുന്ന ഒരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്നാ
അവിടെ പറയുന്നത് വെച്ചാൽ പൗലോസ് ശരിക്കും പറഞ്ഞാൽ അത്ര നീളമൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. ഒരു കുറുകിയ 4 അടി നീളവും മറ്റും ഉണ്ടായിരുന്ന മനുഷ്യനായിട്ടാണ് ചരിത്രം പറയുന്നത്. അപ്പം കൊരിന്ത് വിശ്വാസികളോട് ഞാനൊരു ഒരു എന്തോ ഒരു മിസ്കാരേജ് എന്ന വണ്ണം പെട്ടെന്ന് ആയി പോകാതെ അകാലമായിട്ട് അൺടൈംലി ബോൺ ആയിട്ട് ആയിരുന്ന പ്രമച്ച ബേബി പോലെ അത്ര പ്രമച്ച ചിൽഡ്രൻ ഒക്കെ ലോ ബർത്ത് വെയിറ്റ് അവർക്ക് അതിൽ നീളം വണ്ണമൊക്കെ ചിലപ്പോൾ ഒക്കെ ഒന്ന് ക്യാച്ചപ്പ് ചെയ്ത് വരാനൊക്കെ ചിലപ്പോൾ ബാക്കി കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് ചിലപ്പോൾ പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഒരു പക്ഷേ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പൗലോസ് കൊരിന്ത് വിശ്വാസികൾക്കായിരുന്നു പൗലോസിനെ അംഗീകരിക്കാൻ വരാത്ത പ്രയാസം. അപ്പൊ അതുകൊണ്ട് അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി, അപ്പം എനിക്കും പ്രത്യക്ഷനായി, ഇവർക്കെല്ലാം പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ല, ദിവസം ഉപദ്രവിച്ചാൽ അപ്പോസ്തലൻ പിന്നെ യോഗ്യനുമല്ല എന്നുള്ള കാര്യമൊക്കെ ഞാൻ ആ വാക്യങ്ങളിലോട്ടൊന്നും പിന്നെയും പോകുന്നില്ല. അതിന്റെ ആ 9ാമത്തെ വാക്യമൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ച് ഇവിടെ ലൂക്കോസ് 24 വരുമ്പോൾ ശിമോന് പ്രത്യക്ഷനായി എന്നുള്ളൊരു കാര്യം നമ്മൾ ഇവിടെ മാത്രമല്ല ഇപ്പം നമ്മൾ 1 Corinthians 15:5 വായിച്ചു എന്നുള്ളൊരു കാര്യം ഒന്ന് അരക്കിട്ട് ഉറപ്പിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പോ അതായത് ഞാനിവിടെ തിരിച്ച് ലൂക്കോസ് 24 അധ്യായത്തില് എന്താ അതിന്റെ 33ാമത്തെ വാക്യം വായിക്കും. അപ്പൊ അവിടെ 34 ഇപ്പൊ നമ്മൾ വായിച്ചു, കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു. അപ്പം ഈ എമ്മാവൂസിൽ പോയ ശിഷ്യന്മാര് തിരിച്ചു വന്ന് ഇവരോട്, അപ്പൊ ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഞായറാഴ്ച വരും, ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയില്ല, ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയ സമയത്ത് വൈകുന്നേരം ആയപ്പോഴത്തേക്കുമാണ് ഇവർക്ക് പ്രത്യക്ഷനായ. അപ്പൊ ഇവർക്ക് എല്ലാവരും കൂടി ഇപ്പം പ്രത്യക്ഷമാവാൻ പോവുകയാണ്. ഈ കാര്യമാണ് നമ്മൾ യോഹന്നാൻ 20 അധ്യായത്തിൽ തുടർന്ന് ഇപ്പം വായിക്കാൻ പോകുന്നത്. അപ്പോഴാ അവരുടെ മേലെ കർത്താവ് ഊതുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ അവിടെ 12 മാത്രമല്ലായിരുന്നു, ബാക്കിയുള്ള കുറച്ചുകൂടെ പേരുണ്ടായിരുന്നതായിട്ടാണ് നമ്മളിവിടെ 34ാമത്തെ ഭാഗത്തിൽ തുടർന്ന് വായിക്കാം. ലൂക്കോസ് 24:24-34 കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. അപ്പൊ ശീമോന് പ്രത്യക്ഷനായി, ഞങ്ങൾക്കൊന്നും പ്രത്യക്ഷനായില്ലല്ലോ, ഞങ്ങളെയൊക്കെ കർത്താവ് വിട്ടു കളഞ്ഞോ, ഇപ്പൊ ഞങ്ങളും തള്ളി പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യക്ഷമാകുമായിരുന്നല്ലോ എന്നൊക്കെ ഒരുപക്ഷെ അവരിങ്ങനെ നെടുവേർപ്പിട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പം വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു ഈ എമ്മാവസിലുള്ള ശിഷ്യന്മാര്. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ദേ ഒരാള് അവൻ അവരുടെ നടുവിൽ നിന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഈ കാര്യമാണ് നമ്മളിപ്പം യോഹന്നാൻ 20 അധ്യായത്തിൽ വായിക്കാൻ പോകുന്നത്. അവർ ഞെട്ടി ഭയപ്പെട്ടു, ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. അപ്പൊ പുനരുദ്ധാനം ചെയ്ത യേശു അത് അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമ്മൾ ഭൂതത്തെ കാണുന്നതായിട്ട് അവർക്ക് തോന്നി. അതും അവര് അടച്ചിട്ട റൂമിലായിരുന്നു. അപ്പൊ അടച്ചിട്ട റൂമില് വാതിൽ തുറക്കാതെ ദേ പെട്ടെന്ന് ഒരാൾ നിൽക്കുന്നു. അപ്പൊ ഇതെന്തോ വല്ല ഭൂതമാണ് എന്ന് ഒരു പെട്ടെന്ന് അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്, നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നത് എന്ത്, ഞാൻ തന്നെയാകുന്നു, ഐ ആം ഞാൻ തന്നെയാകുന്നു എന്നുള്ള കാര്യം കർത്താവ് പറയുന്നത്. ഞാൻ തന്നെയാകുന്നു എന്ന് എന്റെ കൈയും കാലും. അപ്പൊ കർത്താവിന്റെ നമ്മൾ യോഹന്നാൻ 20 അധ്യായത്തിൽ നമ്മൾ വായിക്കുവാണെങ്കിൽ തോമസ് പറയുന്നുണ്ട്, അവന്റെ വിലാവും കൈയിലെ മുറിവും കണ്ട് ഞാൻ അവനെ യേശു ആണെന്ന് ഞാൻ വിശ്വസിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ കർത്താവിന്റെ കാൽക്കല് ആണി അടിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം വചനത്തിൽ വേറെ എവിടെയും വ്യക്തമായിട്ട് പറയുന്നില്ല. അന്നത്തെ റോമൻ രീതി അനുസരിച്ച് കർത്താവിന്റെ കാലിൽ ചില കുറ്റവാളികളുടെ അവിടെ കാലിൽ കയറ് കെട്ടിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കാണുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ കാലിലും ആണിയടിച്ചിരുന്നിരിക്കും എന്നുള്ളതിന്റെ ഒരു സൂചന നമ്മൾ ആകെപ്പാടെ വചനത്തെ കാണുന്ന ഒരേ ഒരു വാക്യം ഈ ലൂക്കോസ് 24:39 വാക്യമാണ്. അതാ എന്റെ കൈയും കാലും നോക്കുവിൻ. എന്നുവെച്ചാൽ കാല് നോക്കാൻ പറയുന്നത് എന്താ, അവിടെ മുറിവില്ലെങ്കിൽ അവിടെ കയറ് കെട്ടി എന്തായിരുന്നെങ്കിൽ കാല് നോക്കാൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ കാലിലും ആണിയടിച്ചിരുന്നു എന്നുള്ള ഒരു കർത്താവിന്റെ പഞ്ചകായങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു കയ്യിലും കാലിലും തലയിലും വിലാവിലും ഒക്കെയുള്ള മുറിവുകൾ. ഇനിയിപ്പോ കൈയും കാലും നോക്കി അറിയുവിൻ. അപ്പൊ കാലിലും ആണിയടിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ അതിന്റെ ഒരു സൂചന വചനത്തില് ആകെപ്പാടെ പറയുന്ന ഒരു വാക്യം ഇതാ, ലൂക്കോസ് 24:39 എന്നെ തൊട്ടു നോക്കുവിൻ. അപ്പൊ ഇവർക്ക് ഭൂതമായിട്ടൊക്കെ തോന്നിയെങ്കിൽ എന്നെ തൊട്ട് നോക്ക്, ഞാൻ ഫാൻഡവോ അല്ലെങ്കിൽ ഭൂതമോ പ്രേതമൊന്നും അല്ല, തൊട്ട് നോക്ക്, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയൊന്നും ഇല്ലല്ലോ, തൊട്ട് നോക്കെന്ന് ഒന്ന് പാൽപ്പറ്റ് ചെയ്തൊന്ന് ഒന്ന് പ്രസ് ചെയ്തൊക്കെ ഒന്ന് നോക്കാൻ നമ്മള് ഒരു പച്ചക്കറി കടയിൽ ചെന്ന് പഴമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുന്ന പോലെ എന്നെ ഒന്ന് പ്രസ് ചെയ്ത് നോക്ക്, ഇത് ഞാൻ ഭൂതവും പ്രേതമൊന്നും അല്ല, മാംസവും അസ്ഥിയൊക്കെ ഉണ്ടെന്ന് വ്യക്തമുള്ളതായിട്ട് കർത്താവ് പറഞ്ഞില്ല. പുനരുദ്ധാന ശരീരത്തിൽ രക്തം ഇല്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ സൈക്ലോറിൽ നിന്ന് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. വെച്ചാൽ കർത്താവിന്റെ രക്തം അവസാന തുള്ളിയും കാൽവരി മലയിൽ ഒഴിക്കപ്പെട്ടു, ആ അവസാന തുള്ളി ആ വിലാവിൽ നിന്ന് വരെ ഒഴിക്കപ്പെട്ടു പാപയാഗമായിട്ട് അവസാന രക്തവും ഊറ്റി തന്നു.
ആ സ്വയജീവന്റെ രക്തമെല്ലാം ഊറ്റിക്കളഞ്ഞു പുനരുദ്ധാന ശരീരത്തിൽ രക്തം ഉള്ളതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നില്ല. മാംസവും അസ്ഥിയുടെയും കാര്യം, ഫ്ലഷ് ആൻഡ് ബോൺസിന്റെ കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. കർത്താവിന് എന്തൊക്കെ പാടാ, കൈയും കാലും ഒക്കെ കാണിച്ച് വേണം ശിഷ്യന്മാരെ വിശ്വസിപ്പിക്കാൻ. കൈയും കാലും കാണിച്ച് മയക്കി എന്നൊക്കെ പറയുന്നത് പോലെ അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ച് നിൽക്കുമ്പോൾ അവരോട് തിന്നുവാൻ വല്ലതും ഉണ്ടോ, ഇനിയിപ്പം ഇதையும் വിശ്വസിക്കുന്നില്ലേ, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ, വല്ല സ്നാക്സോ കുറിക്കാൻ എന്തെങ്കിലും ഉണ്ടോ, തിന്നുവാൻ എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു കണ്ണം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. ബ്രോയിൽഡ് ഫിഷ് കൊടുത്തു. NSB തേൻകട്ട എന്ന് എഴുതിയിട്ടില്ല, ബ്രോയിൽഡ് ഫിഷ്, പക്ഷേ അത് ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത്. ചില മാനുസ്ക്രിപ്റ്റ്സിൽ തേൻകട്ടയും വറുത്ത മീനും ഒക്കെ കൊടുത്തു. കർത്താവിന് കാരമാണെങ്കിൽ കാരം, ഇനി മധുരമാണെങ്കിൽ മധുരം ഏതാന്ന് വെച്ചാൽ എടുത്തു എന്നുള്ള രീതിയിൽ അതെല്ലാം കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണുകയെ ഭക്ഷിച്ചു. കർത്താവ് ഒളിച്ചു പോയി ഭക്ഷിച്ചാൽ അവർ കാണുക, കണ്ടോ ഞാൻ ഭക്ഷിക്കുന്ന അവസരിച്ച് കഴിക്കുന്നത് കണ്ടോ, ഞാൻ ഭൂതോ പ്രേതങ്ങളാണെങ്കിൽ ഇങ്ങനെ കഴിക്കൂ. പക്ഷെ കർത്താവ് എത്രമാത്രം ആ ശിഷ്യന്മാരുടെ ലെവലിലേക്ക് വന്ന് അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കർത്താവ് എത്രമാത്രം പെടാപ്പാട് വിട്ടു എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും ശിഷ്യന്മാരെത്ര മോശക്കാരാണ്, നമ്മളായിരുന്നെങ്കിൽ ഇതിലും കർത്താവിന് പെടേണ്ട വന്നേനെ. ആ ശിഷ്യന്മാരായിട്ട് അത്രയെങ്കിലും കൊണ്ട് അവർ വിശ്വസിച്ചു. അപ്പൊ അവർ കാണുകയെ തിന്നു. പിന്നെ അവരോട് ഇതാകുന്നു നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞിരുന്നത്. പഴയ നിയമത്തിലെല്ലാം മോശയുടെ പുസ്തകത്തിലെ സർപ്പത്തിന്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതിയെ കുറിച്ചൊക്കെ ഉൽപ്പത്തി 3:15 നമ്മൾ വായിക്കുന്നുണ്ട്. പിച്ചള സർപ്പത്തെ കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിലെ മഹാപുരോഹിതന്റെ കാര്യം വായിക്കുന്നുണ്ട്. അറക്കപ്പെടുന്ന കുഞ്ഞാടിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ പുസ്തകങ്ങളിലും പ്രവാചകന്മാരിലും യേശയ്യാവ് പറയുന്ന ആ ഒരു സഫർ ചെയ്യുന്ന കഷ്ടം അനുഭവിക്കുന്ന ദാസൻ ആണ് ഈ മെസ്സിഹ. അപ്പൊ ആ സങ്കീർത്തനങ്ങളിൽ 22-ാം സങ്കീർത്തനവും 16-ാം സങ്കീർത്തനവും അങ്ങനെയുള്ള മെസ്സിയാനിക് സാംസിലൊക്കെ ഉള്ള ആ പ്രവചനങ്ങളുടെ നിവർത്തി ഒക്കെ നമ്മളത് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കർത്താവിനെ കുറിച്ച് എല്ലാത്തിലും എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാകണം എന്നുള്ളത്, അതൊക്കെയാ നിവൃത്തിയായത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കത്തിയായിരുന്നു, ഇതൊക്കെയാ നിവൃത്തിയായത്. അപ്പൊ ആ നിവൃത്തിയായ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ശിഷ്യന്മാര് സുവിശേഷം എഴുതി വെക്കുമ്പോൾ തിരുവഴുത്തിന് നിവൃത്തിയായി വന്നു എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. 45-ാമത്തെ വാക്യം തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. കർത്താവ് തന്നെ അവരുടെ ബുദ്ധിയെ, മനസ്സിനെ തുറക്കാതെ, നമ്മളുടെ മനസ്സിനെ കർത്താവിനെ തുറക്കാതെ നമുക്ക് കാര്യങ്ങൾ കഥത്തിൽ ഇതായിരുന്നു അത്, ഇതായിരുന്നു ഈ ചില സർപ്പം, അതായിരുന്നു കർത്താവ്, ഇതിനെ കുറിച്ചായിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം അവരുടെ മനസ്സ് തുറന്ന് കർത്താവിന്റെ തിരുവഴുത്തുകൾ പറഞ്ഞു കൊടുത്തു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി. യെരുശലേമിലാണ് ഇത് ആദ്യം പ്രഖ്യാപിക്കുന്നത്. എവിടെ? പെന്തക്കോസ്ത് നാളിൽ യെരുശലേമിൽ വെച്ച് തന്നെ ഇത് പ്രഖ്യാപിക്കുന്നു. പിന്നെ സകല ജാതികളിലും പ്രസംഗിക്കുകയും അവിടെ കൊർണീലിയോസിന്റെ ഭവനത്തിലെ ജാതികളിലേക്ക് ആദ്യം തുടങ്ങി. അപ്പോസ്തലരുടെ 8-ാം അധ്യായത്തില് ശമര്യയിലോട്ട് ചെന്നു. അവർ പാതി ജാതിയാണെന്ന് പറയും, പാതി യഹൂദന്മാര്, ഹാഫ് ജ്യൂസ് ആയിരുന്നു. പിന്നെ അപ്പോസ്തലർ 10-ാം അധ്യായത്തേക്ക് ജാതികളിലേക്ക് ചെന്നു. പിന്നെ അങ്ങനെ ലോകത്തിന്റെ അറ്റത്തോളം ഈ സുവിശേഷം നമ്മുടെ കേരളക്കരയിൽ ഉൾപ്പെടെ സുവിശേഷം പടർന്നു വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പൊ സകല ജാതികളിലും പ്രസംഗിയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. അപ്പൊ അവിടെ പരിശുദ്ധാത്മാവിനെ അയക്കുന്ന കാര്യം അപ്പം തന്നെ ആദ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ, ശിഷ്യന്മാർക്ക് ആദ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ ഊതിയതായിട്ടൊക്കെ നമ്മൾ യോഹന്നാൻ 20-ാം അധ്യായത്തിൽ നമ്മൾ ഇനി ഉള്ള പോർഷനിൽ അടുത്ത ആഴ്ച നമ്മൾ വായിക്കുമല്ലോ. പിന്നെ ഈ ഊതിയത് കൊണ്ടൊന്നും പോരാ, നിങ്ങളോ ഉയരത്തിൽ നിന്ന് 49-ാമത്തെ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു വസ്ത്രം പോലെയാണ്. ആ വസ്ത്രം ഇല്ലെങ്കിൽ, ഇപ്പൊ വസ്ത്രമില്ലാതെ കൊച്ചുങ്ങളിലൂടെ നമ്മൾ പറയും പുറത്തിറങ്ങരുതെന്ന് പറയുന്നത് പോലെ, യഥാർത്ഥത്തിലുള്ള നമ്മളുടെ വസ്ത്രം പരിശുദ്ധാത്മാവിന്റെ വസ്ത്രം. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം, ധരിക്കുക, എന്തിയോ എന്നുള്ള അതേ പിതാവ് നിങ്ങളെ എത്രയധികം ലില്ലി പുഷ്പങ്ങളെ ഒരുക്കുന്നുവെങ്കിൽ എത്രയധികം നിങ്ങളെ വസ്ത്രം ധരിപ്പിക്കുമെന്ന് മത്തായി 6-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങളിലൊക്കെ കർത്താവ് പറയുന്ന അതേ എൻഡിയോ എന്നുള്ള അതേ പദം, മത്തായി 6:25 പറയുന്ന അതേ എൻഡിയോ എന്നുള്ള പദം തന്നെ ഇവിടെയും വായിക്കുന്നത്. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ, അതായത് യെരുശലേം നഗരത്തിൽ തന്നെ പാർക്കുവിന്. അപ്പോൾ അവര് ആ മാളിക മുറിയിലായിരുന്ന സമയത്ത് പെന്തക്കോസ്ത് നാളിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതായിട്ടൊക്കെ നമ്മൾ അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. പാർക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. അനന്തരം അവൻ
അവരെ അനന്തരം അവൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ ദിവസം തന്നെ എന്നുള്ളതല്ല, നമ്മളിത് വായിക്കുമ്പോൾ ആ ദിവസം തന്നെ നമ്മൾ വിവരിക്കുന്ന ഇതേ ലൂക്കോസ് തന്നെ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതുന്നുണ്ട് 40ഓളം ദിവസം അവർക്ക് പ്രത്യക്ഷമായിട്ടാണ്. പിന്നെ അനന്തരം എന്ന് വായിക്കുമ്പോൾ എന്ന് വായിക്കുമ്പോൾ ഇത്രയും നാളുകൾ അവർക്ക് പ്രത്യക്ഷനായി. അനന്തരം അവരെ ബഥാനിയോളം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ബദനി എന്ന് പറയുന്നത് ഒലിവുമലയുടെ താഴ്വാരത്തിലുള്ള ഒരു ഗ്രാമമാണ് ബദനി. ആ ഒലിവുമലയിൽ നിന്നാണ് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതായിട്ട് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പം ബദാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിക്കുകയും അവരെ വിട്ടു പിരിഞ്ഞു, സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങി ചെന്ന് എല്ലായ്പ്പോഴും ദേവാലയത്തിൽ ഇരുന്നു ദൈവത്തെ വാഴ്ത്തി പോകുന്നതായിട്ടൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. നമ്മൾ തിരിച്ച് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് നമ്മളിപ്പോ ഞാൻ ആ 3 സുവിശേഷങ്ങളിലെയും ആ ഒരു കാര്യങ്ങൾ നമ്മളങ്ങ് കണ്ടുവന്ന് യോഹന്നാൻ 20-ാം അധ്യായത്തില് നമ്മളിപ്പം വന്ന ആ പോർഷനിൽ എന്താ നമ്മള് മറിയം ഈ ദൂതന്മാരെയൊക്കെ കണ്ടിട്ടും അവള് ആ ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. മറിയം ദൂതന്മാരെ ഒന്നും കണ്ടിട്ടും തൃപ്തിപ്പെടാതെ അപ്പൊ അങ്ങനെ നമ്മള് ഈ കർത്താവിന്റെ കല്ലറയ്ക്കല് കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങളുടെ ചിത്രങ്ങളൊക്കെ നോക്കുമ്പം കല്ലറയ്ക്കകത്തല്ല കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്, കല്ലറയ്ക്ക് പുറത്താണ്. പക്ഷെ കല്ലറയ്ക്കകത്ത് ഈ ദൂതന്മാര് അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. ആ ദൂതന്മാര് അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നത് യഥാർത്ഥത്തില് പഴയ നിയമത്തിലെ മേഴ്സി സീറ്റില്, അതായത് കൃപാസനത്തില് അപ്പുറവും ഇപ്പുറവും കെരൂബുകള് ഇരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം നമ്മള് പുറപ്പാട് പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അതുപോലാണ് കർത്താവ് കിടന്നിരുന്ന സ്ഥലത്തിന് അപ്പുറവും ഇപ്പുറവും ഈ ദൂതന്മാര് ഇരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. അപ്പൊ അങ്ങനെ ദൂതന്മാരോട് ഈ മറിയം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരുപക്ഷെ കർത്താവ് അവിടെ പുറകെ പ്രത്യക്ഷനായി. അപ്പോഴത്തേക്കും ദൂതന്മാർ ഒരുപക്ഷെ കർത്താവിനെ നോക്കിക്കാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു അനക്കം എന്തോ ഉണ്ടായി. അപ്പോഴത്തേക്കും അത് മറിയെ തിരിഞ്ഞു നോക്കിയതായിട്ട് നമ്മള് 14-ാമത്തെ വാക്യം യോഹന്നാൻ 20-ന്റെ 14 ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിയാൻ കാരണം ഒരുപക്ഷെ കർത്താവ് അവിടെ നിൽക്കുന്ന കണ്ടിട്ട് ദൂതന്മാരെന്തെങ്കിലും ഒന്ന് അങ്ങേ കാണിക്കോ, എന്തെങ്കിലും കർത്താവിലേക്ക് നോക്കുന്നതായിട്ട് ഒന്ന് കാണിക്കോ, എന്തോ ഒരു അനക്കം കേട്ട് യേശു നിൽക്കുന്നത് കണ്ട് യേശു എന്ന് അറിഞ്ഞില്ല. യേശു അവളോട് ചോദിക്കുന്നു, നീ എന്താ കരയുന്നേ, എന്താ നീ അന്വേഷിക്കുന്നത്? കർത്താവിന് എന്താ അറിയത്തില്ലായിരുന്നു, ഇവളെന്താ അന്വേഷിക്കുന്ന കാര്യം കർത്താവിന് അറിയത്തില്ലായിരുന്നു എന്ന് നമ്മളോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മളെന്താ അന്വേഷിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയുന്നതിനെക്കാട്ടി കൂടുതൽ കർത്താവിന് അറിയുന്ന കർത്താവ് ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ? വാട്ട് ആർ യു സീക്കിങ്? എന്താ നിങ്ങൾ അന്വേഷിക്കുന്നത്? കർത്താവ് അവിടെ യോഹന്നാൻ 1-ന്റെ 38 തന്നെ അനുഗമിച്ചു വന്ന ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? യോഹന്നാൻ 1-ന്റെ 38 നമ്മളത് വായിക്കുന്നുണ്ട്. വാട്ട് ഡു യു സീക്ക് എന്ന യോഹന്നാൻ 20-ാം അധ്യായത്തിന് 15 ആയപ്പോഴത്തേക്കും കുറച്ചുകൂടി കർത്താവ് സ്പെസിഫിക് ആയിട്ട് ആരെയാണ് അന്വേഷിക്കുന്നത്? വാട്ട് ആർ യു സീക്കിങ്, ഹൂം ആർ യു സീക്കിങ്? അത് കർത്താവ് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഹൂം ആർ യു സീക്കിങ് എന്ന് അത് കർത്താവ് ചോദിക്കുന്നുണ്ട്. അതിനു മുമ്പ് അവിടെ അതിന്റെ 15-ാമത്തെ വാക്യത്തില് ചോദിക്കുന്നുണ്ട്. പിന്നെ അതെ 15-ാമത്തെ വാക്യത്തില് കർത്താവ് അവിടെ ആരെയാണ് അന്വേഷിക്കുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തില് നമ്മൾ ആരെയാ അന്വേഷിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ എപ്പോഴും എടുക്കുന്ന ഒരു വാക്യമുണ്ട്. 27-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം കൂടി എടുത്ത് ഞാനങ്ങ് കൺക്ലൂഡ് ചെയ്യാം. 27-ാം സങ്കീർത്തനത്തില് അവിടെ ദാവീദ് എന്താ സീക്ക് ചെയ്തത്, ദാവീദ് എന്താ അന്വേഷിച്ചെന്നുള്ള കാര്യം പറയുന്നുണ്ട്. നമ്മള് ചരിത്രപരമായിട്ടുള്ള വചനത്തിന്റെ പല ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മളൊന്ന് ഓടിച്ച് ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണുമായിരുന്നു. എന്നാൽ യഥാർത്ഥത്തില് ഇതിലൂടെ എല്ലാം നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഈ ആദ്യം പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു, പിന്നീട് ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, പിന്നെ തോമസിന് പ്രത്യക്ഷപ്പെട്ടു, ഈ കാര്യങ്ങളൊക്കെ വചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുമ്പോൾ നമ്മള് ഇതൊക്കെ ഒന്ന് ലാഘവത്തോടൊക്കെ വായിച്ചു വിടാം എന്ന വചനത്തോട് കമ്പയർ ചെയ്ത് നമുക്ക് ഓരോ വാക്യത്തിനും അതിന്റെ ഇടം കാണാതിരിക്കുകയില്ലെന്നൊക്കെ യെശയ്യാവിന്റെ പുസ്തകത്തിലൊരു വാക്യമുള്ളത് നമുക്ക് അറിയാല്ലേ. അതുകൊണ്ട് നമ്മള് ബൈബിൾ സ്റ്റഡിയില് ഒരുപക്ഷെ നിങ്ങൾ ചിലർ വിചാരിക്കുമായിരിക്കും ഇത്രയും വചനങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് പറയുമ്പോ എങ്ങനെ അതൊക്കെ. പക്ഷെ എങ്കിലും ഞാൻ ആ യെശയ്യാവ് 34-ന്റെ 16-ാമത്തെ വാക്യത്തില് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിന് ഇണയില്ലാതിരിക്കുകയില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. യെശയ്യാവ് 34-ന്റെ
16-ാമത്തെ വാക്യം ഞാൻ വായിച്ചത്, നൺ വിൽ ലാക്ക് ഇറ്റ്സ് മേറ്റ്. അപ്പൊ ഓരോ വചനത്തിനും ഇണയായിട്ട് പല വചനങ്ങളും ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ചെറിയ തോതിൽ ആ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ടതാ. അപ്പം ഇവിടെ നമ്മൾ എന്താ അന്വേഷിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഇണവാക്യമായിട്ട് ഈ സങ്കീർത്തനം 27-4 കൂടെ വായിച്ച് നമുക്ക് നിർത്താം. ബാക്കിയുള്ള സൗകര്യങ്ങളിൽ നിന്ന് കേൾക്കാം. അവിടെ എന്താ ദാവീദ് പറയുന്നത്? ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരതം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എന്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. വൺ തിങ്, അവിടെ 2-3 കാര്യം പറയുന്നതായിട്ട് നമ്മൾ തോന്നും. പക്ഷെ ഒരു കാര്യമേ ഞാൻ ദൈവത്തോട് ചോദിച്ചുള്ളൂ, അത് തന്നെ ഞാൻ യഥാർത്ഥത്തെ അന്വേഷിക്കുന്നത്. പലരും നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങൾ ദൈവത്തോട് വാക്കുകൊണ്ട് പറയും, എന്ന നമ്മുടെ ഹൃദയത്തിന്റെ അന്വേഷണം വേറെ ഒന്നായിരിക്കും. എന്നാൽ ദാവീദ് പറയുന്നത്, ഇത് ദാവീദ് പിന്മാറ്റത്തിലേക്ക് പോയതിനു ശേഷമുള്ള പറച്ചില്ല. ദാവീദ് അവിടെ ശൗലിനെ പേടിച്ചോടുന്ന സമയത്ത്, ഗുഹയിലൊക്കെ വിളിക്കുന്ന സമയത്ത് എഴുതിയ സങ്കീർത്തനമാണ് 27-ാമത്തെ സങ്കീർത്തനം, നമുക്കറിയാം. അപ്പോൾ ആ ഒരു സമയത്ത് ദാവീദിന്റെ ആ ഒരു കർത്താവിന്റെ ഹൃദയപ്രകാരം, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിട്ട്, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തോടെ ഏറ്റവും അടുത്തിരുന്ന് തന്നെ അവിടെ രാജാവാകാനാണല്ലോ താൻ ആഗ്രഹിച്ച, മറിച്ച് കർത്താവിനെ തന്നെ ആഗ്രഹിച്ചൊരു ദാവീദ്. അവിടെ ദാവീദ് പറയുന്നത്, എനിക്ക് എപ്പോഴും കർത്താവിന്റെ മന്ദിരം ദാവീദിന്റെ സമയത്ത് പണിയപ്പെട്ടിട്ടില്ല, ശലോമോന്റെ സമയത്ത് ആ മന്ദിരം പണിയപ്പെടുന്നത്. ഇപ്പം കർത്താവിന്റെ മന്ദിരത്തിൽ എന്ന് പറയുമ്പോൾ ദാവീദ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, കർത്താവിന്റെ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കണം എന്നുള്ളതേ എന്റെ ഒരേ ഒരു ആഗ്രഹം. എപ്പോഴും യേശുവിന്റെ സന്നിധിയിൽ, എപ്പോഴും യേശുവിന്റെ കൂടെ, യേശുവിന്റെ സന്നിധിയിലായിരിക്കണം. അത് മാത്രമാണ് ഞാൻ അന്വേഷിക്കുന്നത്. എന്തിനാ യേശുവിന്റെ സന്നിധിയിൽ എപ്പോഴും, എന്തിനാ നീ കർത്താവിന്റെ സന്നിധിയിൽ എപ്പോഴും ഇങ്ങനെ ചടഞ്ഞു പിടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് എന്റെ കർത്താവിന്റെ മനോഹരത്വം കാണണം, കർത്താവിന്റെ ആത്മീയ സൗന്ദര്യം കാണണം, അതാ മനോഹരത്വം കാണണം. പിന്നെന്താ, കർത്താവിന്റെ കൃപകളെ കുറിച്ച് ഓർത്ത്, കർത്താവിന്റെ കരുണകളെ കുറിച്ച് ഓർത്ത് എന്റെ ആയുഷ്കാലം ഒക്കെ യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ എനിക്ക് ധ്യാനിക്കണം. ദാറ്റ് ഐ മൈറ്റ് മെഡിറ്റേറ്റ് ഇൻ ഹിസ് ടെമ്പിൾ. കർത്താവിന്റെ മന്ദിരത്തില്, കർത്താവിന്റെ സന്നിധിയില് കർത്താവിന്റെ മനോഹരത്വം കാണുവാനും, കർത്താവിന്റെ കൃപകളെ കുറിച്ച് ഓർത്ത്, കർത്താവിന്റെ നന്മകളെ കുറിച്ച് ഓർത്ത് ധ്യാനിക്കുവാനും, കർത്താവിന്റെ വചനത്തെ ധ്യാനിക്കുവാനും എപ്പോഴും കർത്താവിന്റെ സന്നിധിയിലായിരിക്കണം. ഉത്തമഗീതത്തില് 7-ാം അധ്യായത്തിന് 10-ാമത്തെ വാക്യത്തില്, ഇംഗ്ലീഷിലും 11-ാമത്തെ വാക്യത്തില്, മലയാളത്തിലും അവിടെ പറയുന്നുണ്ട്. അവിടെ മണവാട്ടി പറയുന്നുണ്ട്, എന്താ പറയുന്നേ, ഞാൻ എന്റെ പ്രിയൻ ഉള്ളവളാ, അവന്റെ ആഗ്രഹം. ഉത്തമഗീത 7-ന്റെ 11-ാമത്തെ വാക്യത്തില്, മലയാളത്തില്, ഇംഗ്ലീഷിൽ 10-ാമത്തെ വാക്യം, ഐ ആം മൈ ബിലവഡ് ഹിസ് ഡിസയർ ഇസ് ഫോർ മീ. ഞാൻ എന്റെ പ്രിയനുള്ളവളാണ്, അവന്റെ ആഗ്രഹം എന്നോടാകുന്നു. കർത്താവ് എന്നെ ആഗ്രഹിക്കുന്നു. എന്റെ ശുശ്രൂഷയോ എന്റെ വലിയ വലിയ കാര്യങ്ങളോ ഒന്നുമല്ല കർത്താവിന്. എന്റെ പദവിയോ പത്രാസോ പണമോ കാര്യങ്ങളോ ഒന്നും അല്ല വേണ്ടേ, കർത്താവിന് എന്നെ തന്നെ വേണ്ടേ. അപ്പൊ നമുക്കും ആരെയാ വേണ്ടേ? എനിക്കെന്റെ കർത്താവിനെ മാത്രം മതി. ഇന്ന് പലരും കർത്താവിനെ അന്വേഷിക്കുന്നത് രോഗസൗഖ്യത്തിനായിട്ടും, കടം വീട്ടാനായിട്ടും, വേറെ എന്തെങ്കിലും സമ്പൽ സമൃദ്ധിക്കായിട്ടും, ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാനായിട്ട് കർത്താവിനെ അന്വേഷിക്കുന്നവരായിട്ടും, സഭയിൽ വരുന്നവരായിട്ടൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന, കർത്താവിനായിട്ട് തന്നെ കർത്താവിനെ അന്വേഷിച്ച് വരുന്നവരെയാണ് കർത്താവിന് വേണ്ടത്. ബാക്കി പല അനുഗ്രഹങ്ങൾ അന്വേഷിച്ച് വരുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ അതും ഇതുമൊക്കെ കിട്ടിയും കിട്ടാതെയൊക്കെ അവര് മുറുമുറുത്ത് പോവും. എന്നാൽ കർത്താവിനെ തന്നെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ കർത്താവ് പണിയുന്ന സഭയിൽ നിലനിൽക്കാനൊക്കെയുള്ളൂ. താഴ്മയും ദാരിദ്ര്യമുള്ള ജനത്തെ ഞാൻ അവിടെ ശേഷിപ്പിക്കുമെന്ന് നമ്മൾ സെഫന്യാ 3:11 വായിക്കുന്ന പോലെ, ഇന്നും മഗ്ദലക്കാരത്തെ മറിയത്തെ പോലെ കർത്താവിനെ തന്നെ അന്വേഷിക്കുന്നവരാകുവാന് നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. പിന്നെ നമ്മൾ പല കാര്യങ്ങളും കണ്ടു. ആ ദൂതന്മാരുടെ വേഷവിധാനവും കാര്യങ്ങളും ഒക്കെ അത്രയും വലിയ മഞ്ഞു പോലുള്ള വസ്ത്രം ധരിച്ച ദൂതന്മാരെയൊക്കെ കണ്ടിട്ടൊന്നും മറിയത്തിനതൊന്നും വലിയ കാര്യമല്ലായിരുന്നു. മറിയം കർത്താവിനെ കാണുന്നിടം വരെ അവൾ അവിടെ നിന്നു. ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ പോയപ്പോഴും മറിയം അവിടെ തന്നെ നിന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പത്രോസിനെ സ്പെഷ്യലായിട്ട് എന്ന് പ്രത്യക്ഷപ്പെടുന്ന കർത്താവിനെ കുറിച്ച് നമ്മൾ ലൂക്കോസ് 24-ലും 1 കൊരിന്ത്യർ 15-5 ഒക്കെ നമ്മളത് വായിച്ചു. ബാക്കി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പായിട്ട് പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അത് മാത്രമല്ല, മഗ്ദലന മറിയത്തെ മറിയത്തോടും ഒക്കെ ബാക്കി മറിയന്മാരോടൊക്കെ പറയുമ്പോൾ ശിഷ്യന്മാരോടും പത്രോസിനോടും നമ്മളുടെ വീഴ്ചയുടെയും താഴ്ചയുടെയും ഒക്കെ സന്ദർഭങ്ങളിൽ നമുക്കൊരു എക്സ്ട്രാ ഗ്രേസ് തരുന്ന, നമുക്കൊരു എക്സ്ട്രാ അലവൻസ് തരുന്ന, നമുക്കൊരു എക്സ്ട്രാ ഒരു കൃപ തരുന്ന ഒരു കർത്താവ്, നമ്മളെ തള്ളിക്കളയാത്ത, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല, പുകഞ്ഞതിരിക്കെടുത്തി കളയത്തില്ല, ചതഞ്ഞ അതങ്ങ് ഒടിച്ചു കളയത്തില്ല എന്ന് പറയുന്ന ആ കർത്താവിനെയൊക്കെ കുറിച്ചൊക്കെ നമ്മൾ വചനത്തിലെ യെശയ്യാവ് 42 വായിക്കുന്നത് പോലെ കർത്താവിലേക്ക് നമുക്ക് അടുത്ത് വരാം, കർത്താവിനെ തന്നെ അന്വേഷിക്കുന്നവരാകാം. അതിനായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതൊരു സാഹചര്യത്തിലും കർത്താവെ എനിക്ക് അങ്ങയെ കാണണം, ആ ഒരു അജണ്ട മാത്രമേ ഉള്ളൂ. മഗ്ദലക്കാരത്തി മറിയത്തിന്റെ
യോഹന്നയുടെയും ക്ലോപ്പാവിന്റെ വൈഫായിട്ടുള്ള മറിയത്തിന്റെയും യാക്കോബിന്റെയും യോസയുടെയൊക്കെ അമ്മയായിട്ടുള്ള മറിയത്തിന്റെയൊക്കെ അവർക്കൊക്കെ ഒരാഗ്രഹം ഉള്ളായിരുന്നു. എന്നാൽ മഗ്ദലക്കാരത്തി മറിയ അവസാനം വരെയും കർത്താവിനെ ആദ്യം കാണുന്നിടം വരെയും അവളെ കാത്തു നിന്നു. ബാക്കിയുള്ളവർക്കൊക്കെ അവര് തിരിച്ച് ദൂതന്മാരുടെ ശബ്ദം കേട്ട് ബാക്കിയുള്ള മറിയന്മാരൊക്കെ തിരിച്ചു പോകുന്ന വഴിയിൽ കർത്താവിനെ കണ്ടു. കർത്താവിനെ ആ കലറക്കിൽ വെച്ച് തന്നെ മഗ്ദലക്കാരത്തി മറിയത്തോടിന് പ്രത്യക്ഷപ്പെടേണ്ടതായിട്ട് വന്നു. അത്രമാത്രം കർത്താവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ച ആ മറിയത്തിന്റെ ഹൃദയം നമ്മളിവിടെ നമ്മൾ 649 പാട്ടില് സിയോൻ മണാളനെ ശാലേമിൻ പ്രിയൻ യെരുസലേമിൻ പ്രിയനായിട്ടുള്ള പ്രിയനെ നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു, നിന്റെ രാജ്യത്തിൽ വാഴുവാൻ കണ്ണുനീർ നിറഞ്ഞ ലോകത്തിൽ നിന്നൊക്കെ ഞാൻ പോയി മറയി കണ്ണുമയ്ക്ക് നേരത്തില് കർത്താവിന്റെ പിൻപുരിയിലേക്ക് ഞാൻ ചേരും. കർത്താവ് സഭയാൻ കാന്തയെ കേൾക്കുന്ന നേരത്തെ എന്ത് ആനന്ദമാണ്, പ്രിയന്റെ മാറിൽ ചാരുന്ന സമയത്ത് എത്ര ആനന്ദമാണെന്നൊക്കെ നമ്മൾ 3ാമത്തെ സ്റ്റാൻസിൽ പാടുന്നത്. നമുക്ക് കർത്താവിനെ തന്നെ ഒരു കാര്യം ഞാൻ അന്വേഷിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, അത് തന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നു, അത് തന്നെ ഞാൻ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ ദാവീദിനെ പോലെ ആ കർത്താവിനെ തന്നെ സീക്ക് ചെയ്യുക. കർത്താവ് നമ്മളെ സീക്ക് ചെയ്ത് പത്രോസിനെ കർത്താവ് പത്രോസിനെ അന്വേഷിച്ച് ചെന്ന് പ്രത്യക്ഷപ്പെട്ട് വീണ്ടും ചെന്ന് പത്രോസിന് പിന്നാലെ കൂടിയതുപോലെ നമ്മൾക്കും കർത്താവിനെ അതുപോലെ നമ്മളെ തേടി വരുന്ന ഒരു കർത്താവ്, നമ്മുടെ പരാജയത്തിന്റെ പടുകുടിയിൽ നമ്മളെ തേടി വരുന്ന ഒരു കർത്താവിന്റെ സ്നേഹം, ആ കർത്താവിനെ നമ്മൾ തന്നെ തേടി ചെല്ലുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് കർത്താവിനുള്ളൊരു സ്നേഹത്താല് ഫ്രഷ് ആയിട്ട് നമ്മളെ നിറയ്ക്കട്ടെ. നമുക്ക് കർത്താവിനെ കാണുവാനുള്ള ഒരു വലിയ സന്തോഷത്തോടെ നമുക്ക് അഭയമ്പലോടെ നമുക്ക് പാടാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സഭയാം കാന്തയെ കേൾക്കുന്ന നേരത്ത് എന്താനന്ദമേ പ്രിയന്റെ മാർവതിൽ ചാരി സമയത്ത് പരമാനന്ദമേ നമ്മൾ പാടി. ആ ഒരു നാള് വരാനത്രയും സമയമായിരിക്കുന്നു. സഭയാകുന്ന കാന്തയെ കർത്താവ് കേൾക്കുന്ന സമയത്ത് അത്ര വലിയൊരു ആനന്ദമായിരിക്കും. അന്ന് പ്രിയന്റെ മാർവില് കാന്തയായിട്ട് ചാരുവാന് കർത്താവെ എനിക്കും അത് സാധിക്കണമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ കർത്താവിന്റെ മാർവിൽ ചാരണമല്ലോ. കർത്താവെ എന്റെ ജീവിതത്തിന് എല്ലാ ഇരുട്ട് നിറഞ്ഞ സാഹചര്യങ്ങളിലും എല്ലാ സാഹചര്യങ്ങളും കർത്താവ് ഈ ലോകത്തിൽ ഇരുട്ടുണ്ട്. അപ്പോഴെല്ലാം കർത്താവെ ആ മഗ്ദലക്കാരത്തി മറിയത്തെ പോലെ ഓടിച്ചെന്ന് കർത്താവിനെ തേടുവാൻ കർത്താവെ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, അത് തന്നെ ഞാൻ അന്വേഷിക്കുന്നു. അവിടുത്തെ മന്ദിരത്തിൽ അവിടുത്തെ സന്നിധിയിൽ എനിക്ക് വസിക്കണം, അവിടുത്തെ മനോഹരത്വം എനിക്ക് കാണണം, അവിടുത്തെ ആലയത്തിൽ എനിക്ക് ധ്യാനിക്കണം. കർത്താവെ എനിക്ക് എന്റെ അജണ്ട അത് മാത്രമേ ഉള്ളൂ, സ്വർഗത്തിലും ഭൂമിയിലും അങ്ങല്ലാതെ വേറെ എനിക്ക് ആരും ഇല്ല. കർത്താവെ എനിക്ക് യേശുവേ അങ്ങേ തന്നെ സീക്ക് ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിന് ഓരോ സാഹചര്യത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം കർത്താവെ അങ്ങേ മാത്രം അന്വേഷിക്കുവാൻ നീ എന്താ അന്വേഷിക്കുന്നു എന്ന് കർത്താവ് തിരിഞ്ഞ് ആ ശിഷ്യന്മാരോട് ചോദിച്ചു. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാര് കർത്താവിന്റെ പിന്നാലെ ചെന്നപ്പോ എന്താണ് നിങ്ങൾ അന്വേഷിച്ചു വരുന്നേ? ഞങ്ങൾക്ക് റബ്ബി അവിടുന്ന് എവിടെ താമസിക്കുന്നേ, ഞങ്ങൾക്ക് അങ്ങയുടെ കൂടെ തന്നെ പാർക്കണം എന്ന് അവര് പറഞ്ഞു. വന്ന് കാണുക എന്ന് പറഞ്ഞ് കർത്താവ് അവരെ ആനയിച്ചു എന്ന് പറഞ്ഞതുപോലെ കർത്താവിനെ തന്നെ സീക്ക് ചെയ്യുന്നവരെ കർത്താവ് തന്നെ കൂടെ താമസിപ്പിക്കും. കർത്താവിനെ തന്നെ സീക്ക് ചെയ്യുവാൻ നീ ആരെ അന്വേഷിക്കുന്നു എന്നാ പ്രിയ നീ കരയുന്നത്, നീ ആരെ അന്വേഷിക്കുന്നു? ഇന്ന് നമ്മളോട് കർത്താവ് പറയുന്നത്, എന്റെ മകളെ നീ എന്താ അന്വേഷിക്കുന്നത്? നീ എന്താ അന്വേഷിച്ചുകൊണ്ടാ എന്നോട് നീ പ്രാർത്ഥിക്കുന്നത്? എന്തന്വേഷിച്ചുകൊണ്ടാ നീ സഭയിൽ വരുന്നേ? എന്തന്വേഷിച്ചുകൊണ്ടാ നീ വചനം കേൾക്കുന്നത്? എന്തന്വേഷിച്ചുകൊണ്ടാ നീ പല കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്യുന്നതും പണമിടുന്നതോ ബാക്കി പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തന്വേഷിച്ചുകൊണ്ടാ? എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിഫലം, എന്തെങ്കിലും ഒരു ലോകപ്രകാരമുള്ള ഒരു പ്രതിഫലമോ കാര്യങ്ങളോ അന്വേഷിച്ചുകൊണ്ടാണോ? അതോ എന്നെ തന്നെ അന്വേഷിച്ചുകൊണ്ടാണോ? ഞാൻ നിന്നെ അന്വേഷിച്ച് സ്വർഗം വിട്ടിറങ്ങി ഈ ഭൂമിയിലേക്ക് വന്നുവല്ലോ. ആ പത്രോസ് എന്നെ 3 തവണ തള്ളി പറഞ്ഞിട്ടും അവനെ അന്വേഷിച്ച് ഞാന് പ്രത്യേകമായിട്ട് ബാക്കി സഹോദരിമാർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടു. ആദ്യം മഗ്ദലക്കാരത്തി മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു, ബാക്കിയുള്ള സഹോദരിമാർക്ക് തിരിച്ച ശിഷ്യന്മാരെ കാണാൻ പോകുന്ന വഴിയിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അതിനിടയിൽ എപ്പോഴും ഒരു സീക്രട്ട് ടൈം കർത്താവ് കണ്ടെത്തി പത്രോസിനെ മാത്രമായിട്ട് പ്രത്യക്ഷപ്പെടുവാൻ തക്കവണ്ണം പത്രോസിന് എത്ര സവിശേഷതയുണ്ട്. 3 തവണ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. ഇതെല്ലാം എടുത്തുചാട്ടവും ഇതെല്ലാം വാളവും എന്ന സ്വഭാവവും ഇതെല്ലാം വീരവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും പത്രോസിന്റെ ഹൃദയത്തെ കർത്താവിന് അറിയാമായിരുന്നു. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ പല പരാജയങ്ങളും പല വീഴ്ചകളും കാഴ്ചകളൊക്കെ പറ്റുമ്പോഴും ഞങ്ങളുടെ ഹൃദയം അവിടുന്ന് അറിയുന്നുണ്ടല്ലോ, ഹൃദയപരമായിട്ട് അവിടുന്ന് ഉണ്ടല്ലോ. കർത്താവ് പത്രോസിനെ പ്രത്യേകമായി പ്രത്യക്ഷപ്പെടുവാൻ അവിടുന്ന് കാണിച്ച ആ മനസ്സ് കർത്താവ്, ആ ചതഞ്ഞ ഓടം പൊടിച്ചു കളയാത്ത കർത്താവ്, കർത്താവ് ആ പുകയുന്ന തിരി
അത് കർത്താവിനെ കെടുത്തി കളയത്തില്ല. കർത്താവി അത് കർത്താവ് ജീവിതത്തോടെ നടത്തുന്ന കർത്താവ്. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങൾ ഏതൊരു സാഹചര്യത്തിലായിരുന്നാലും ആ സഹോദരിമാര് അവിടെ വിലപിച്ച് കരഞ്ഞുകൊണ്ടിരുന്നവരോട് ചെന്ന് പറഞ്ഞതുപോലെ കർത്താവെ അവിടുന്ന് കർത്താവെ ആ വിലപിച്ച് കരഞ്ഞിരിക്കുന്ന പത്രോസിനെ യോഹന്നാനെയൊക്കെ അവിടുന്ന് കർത്താവെ എത്രമാത്രം അവിടുന്ന് മാർവോട് ചേർത്തണച്ചു. അവർക്ക് പ്രത്യേകമായിട്ട് അവിടുന്ന് സമയം ചെലവഴിച്ചു. അന്ന് തന്നെ കർത്താവെ ആദ്യ സൗകര്യമാർക്ക് മഗ്ദലക്കാരി മറിയത്തിന് പ്രത്യക്ഷമായി, ബാക്കിയുള്ള സൗകര്യമാർക്ക് പ്രത്യക്ഷമായി, പത്രോസിന് പ്രത്യക്ഷമായി, പിന്നെ എമ്മാവസിലുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. എമ്മാവസിലുള്ള ശിഷ്യന്മാര് അവര് എരുസലേമിന്ന് അവര് ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കർത്താവ് ക്രൂശിക്കപ്പെട്ടു, ഞങ്ങളുടെ നാഥനും ഗുരുവും ഒക്കെ ക്രൂശിക്കപ്പെട്ടു, അവര് പ്ലാനവതനായിട്ട് ഇനിയിപ്പോ ഞങ്ങൾക്ക് തിരിച്ചങ്ങ് എമ്മാവസിലൂടെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അവര് ആ പോകുന്ന വഴിയിലും കർത്താവ് പിടിവിടാതെ അവരെ പിന്തുടർന്ന് അവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്ത് അവർക്ക് വലിയൊരു 3 അവറുള്ള ഒരു 3 അവർ ബൈബിൾ സ്റ്റഡി ഒക്കെ എടുത്ത് അവരുടെ ഹൃദയത്തെയൊക്കെ ജ്വലിക്കുമാറാക്കി അവർക്ക് അപ്പവും നുറുക്കി കൊടുത്ത് കർത്താവി അവരുടെ കർത്താവി ആ ഭവനത്തിലേക്ക് കയറി ചെന്ന് കർത്താവി അവരെ ഭവനത്തിലേക്ക് എത്തിയപ്പോ കർത്താവ് തുടർന്ന് മുമ്പോട്ട് പോകാനായിട്ട് ഭാവിച്ചു. എന്ന ആ ശിഷ്യന്മാര് അവർക്ക് ഇത്രയും തങ്ങളോട് വചനം സംസാരിച്ച് ഈ മനുഷ്യനെ തങ്ങളുടെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അവർക്ക് മനസ്സായി. അവരെ നിർബന്ധിച്ചുകൊണ്ട് കർത്താവ് അവരുടെ ക്ഷണം സ്വീകരിച്ച് ആ ഭവനത്തിലേക്ക് ചെന്ന് അവർക്ക് അപ്പം നുറുക്കി കൊടുത്തപ്പോ അവരുടെ കണ്ണുകൾ തുറന്നതുപോലെ കർത്താവെ പിന്നെ അവർക്ക് കർത്താവ് പ്രത്യക്ഷമായി. എന്നാൽ അവർക്ക് ആ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. അവര് എത്രയും പെട്ടെന്ന് പിന്നെയും ഇനി ഒരു 11 കിലോമീറ്റർ ഇനിയും നടക്കണമല്ലോ, 7 മൈൽ ദൂരം പിന്നെയും നടക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളുടെ കാലൊക്കെ വേദനിച്ചു. ഇപ്പൊ ഒരു 3 അവർ ബൈബിൾ സ്റ്റഡി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിക്കാതെ അവര് വീണ്ടും യെരൂശലേമിലേക്ക് ഓടിച്ചാടി അവര് ബാക്കിയുള്ള ശിഷ്യന്മാരുടെ വന്ന് പറയാൻ നോക്കുമ്പോൾ ഓൾറെഡി ശിമോൻ പത്രോസിന് ഓൾറെഡി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. അപ്പോഴാണ് കർത്താവ് വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെട്ട് കൈയും കാലും ഒക്കെ കാണിച്ച് പിലാപ്പുറമൊക്കെ കാണിച്ച് പിലാപ്പുറം പിന്നെ തോമസിനെ പിന്നീട് കാണിച്ചു എന്ന കൈയും കാലും ഒക്കെ കാണിച്ച് കർത്താവ് അവരെ അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പെടാപ്പാട് വിടുന്ന ആ ഒരു കർത്താവിന്റെ സ്നേഹം. അവിടുന്ന് കർത്താവ് എത്ര സ്നേഹമുള്ള, എത്ര വാത്സല്യനിധിയായ കർത്താവാണ്. ഞങ്ങളുടെ ആ അവിശ്വാസവും ഹൃദയകാഠിന്യവും ഒക്കെ കർത്താവെ അതെല്ലാം ശാസിക്കുമ്പോഴും കർത്താവെ അവിടുന്ന് ഞങ്ങളെ കൈവിടാതെയാണല്ലോ, സ്നേഹിക്കുന്നവരെയാണല്ലോ അവിടുന്ന് ശാസിക്കുന്നത്. നീതിമാനെ അടിച്ചാല് അതിന്റെ തലയ്ക്ക് എണ്ണയാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ അവിടുന്ന് ഞങ്ങളെ ശാസിക്കുന്നത് ഞങ്ങളുടെ തലയിലേക്ക് അവിടുത്തെ അഭിഷേകത്തിന് എണ്ണ പകരുവാൻ ഇടയാക്കുന്ന കാര്യങ്ങളാണല്ലോ. ഞങ്ങളും അവിടുത്തെ ശാസനകളൊക്കെ കേട്ട് ഞങ്ങളുടെ ആ പരാജയത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഹൃദയകാഠിന്യത്തിന്റെയും നിലയിലേക്ക് ഞങ്ങളുടെ ആ നിലയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ കൈകാലം കാണിച്ച് ഞങ്ങളെ സ്നേഹിക്കുന്നതിന്റെ കയ്യിലെ കാലിലെ പാടുകളൊക്കെ കാണിച്ച് തൊട്ട് നോക്കുക, ഞാൻ ഇനിയിപ്പോ കുറച്ച് മീനും തെങ്കട്ടയൊക്കെ കഴിച്ചു കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം ദീർഘക്ഷമയോടെ അവരോട് കാര്യങ്ങളെ വിശ്വസിപ്പിച്ച ആ ഒരു കർത്താവ്. അതിനു മുമ്പൊക്കെ കർത്താവ് എത്ര തവണ ക്രൂശിക്കപ്പെടും, 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അവർക്ക് ഇത്രയെല്ലാം കണ്ടിട്ട് അവർക്ക് വിശ്വസിക്കാൻ അവർക്ക് കർത്താവ് പെടാപ്പാട് വിട്ട് അവരെ വിശ്വസിപ്പിച്ചല്ലോ. അതുകൊണ്ട് ഇന്ന് സുവിശേഷ കേരളക്കരയിൽ ആ തോമസിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വീണ്ടും 8 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ട് ആ തോമസിനെ വിശ്വസിപ്പിച്ചുകൊണ്ടാണല്ലോ കേരളത്തിലേക്ക് സുവിശേഷം വന്ന ഞങ്ങൾക്കും ഈ കാലയളവിലൊക്കെ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഇത്ര വിദ്യാഭ്യാസമുള്ള സാക്ഷരതയൊക്കെ ഉള്ള ഒരു കേരളത്തിലെ ഞങ്ങൾക്ക് യേശുവിനെ ഈ കേരളക്കരയിലെ അനേകയിടങ്ങളിലെ സുവിശേഷം പ്രസംഗിക്കപ്പെടുവാനും അങ്ങനെ ഇവിടെ എല്ലാം തുറന്ന വാർത്തകൾ വരുവാനും എല്ലാം അവിടുന്ന് ശിഷ്യന്മാരെ ആ 8 ദിവസം കഴിഞ്ഞ് വീണ്ടും തോമസിനിടയ്ക്ക് ചെന്ന് പ്രത്യക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവിടുന്ന് ഞങ്ങളെല്ലാം അതിനെ കണ്ട് ഈ കേരളത്തിലുള്ള ഞങ്ങളെയൊക്കെ കണ്ട് അന്നേ അവിടുന്ന് എല്ലാം പ്ലാൻ ചെയ്തെല്ലാം ശിഷ്യന്മാർക്ക് ആ 40 ദിവസത്തോളം വീണ്ടും 500-ൽ പരം ആൾക്കാർക്ക് ഒരുമിച്ചും എല്ലാം പ്രത്യക്ഷപ്പെട്ട് അവിടുത്തെ ആ പുനരുദ്ധാനത്തിന്റെ ആ വലിയ വെളിപ്പാട് ശിഷ്യന്മാർക്ക് കൊടുത്തതുപോലെ ഞങ്ങളുടെയും ജീവിതത്തിന്റെ ഓരോ ഏടുകളിലേക്ക് ഞങ്ങളെ തേടി വരുന്ന അവിടുത്തെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. ആ സ്വർഗത്തിന്റെ വേട്ടപ്പെട്ടിയുടെ സ്നേഹം സ്വർഗത്തിന്റെ വേട്ടപ്പെട്ടി വിടാതെ പിന്തുടരുന്നു ഒരു കവി പാടിയതുപോലെ ദ ഹൗണ്ട് ഓഫ് ഹെവൻ ആ സ്വർഗത്തിന്റെ വേട്ടപ്പെട്ടി
ഒരിക്കലും വിട്ടുപോകാതെ കർത്താവ് ഞങ്ങളെ പിന്തുടർന്ന ആ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങള് കർത്താവ് വിശുദ്ധരായിട്ട് പോകുമ്പോഴും ഞങ്ങളെ തേടി വരുന്ന അവരുടെ സ്നേഹത്തിനായിട്ട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. നന്ദി കർത്താവിന്. അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യൊക്കെ ഓർത്ത് മനസാന്തരപ്പെടുന്ന കർത്താവ് അവിടുത്തെ രക്തത്താലെ ഞങ്ങളെ കഴുകിയാട്ടെ. അവിടുത്തെ സ്നേഹത്താലെ ഞങ്ങളെ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് കർത്താവ് അങ്ങനെ തന്നെ കാണണം, അങ്ങനെ തന്നെ ഞങ്ങൾക്ക് അന്വേഷിക്കണം. ഞങ്ങൾക്ക് അങ്ങനെ മാത്രം മതി കർത്താവ്. നമ്മ യേശുമതി എനിക്ക് യേശുമതി ഞങ്ങൾ ആദ്യം പാടിയതുപോലെ കർത്താവെ ഇതെല്ലാം വന്നാലും കർത്താവ് ഞങ്ങൾക്ക് അങ്ങനെ മാത്രം മതി. അങ്ങുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് കർത്താവെ. നമ്മ യേശു